വചനം ജഡമായി തീർന്ന ആ കർത്താവ് ഇന്ന് നമ്മുടെ മധ്യത്തിലുണ്ട്. ആ കർത്താവിൽ നിന്നുള്ള ഒരു വാക്ക് നമുക്ക് കേൾക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ മാറ്റും. പ്രാർത്ഥിക്കാൻ സ്നേഹം പിതാവേ യേശുവേ, അവിടുന്ന് ഞങ്ങളോട് ഓരോരുത്തരോട് സംസാരിക്കണം. കർത്താവേ, ഞങ്ങളെ കുറഞ്ഞില്ലാതാകട്ടെ. അവിടുന്ന് എല്ലാമായിട്ട് നിറഞ്ഞ് ഞങ്ങളിൽ നിറവായിട്ട് കർത്താവേ, അത് വർദ്ധിക്കുന്ന ഒരു നിറവായിട്ട്, അത് ജീവിതത്തിൽ നദികളായിട്ട് കർത്താവേ, ഞങ്ങളുടെ പാനപാത്രങ്ങളെ നിറഞ്ഞു കവിഞ്ഞ് ഞങ്ങള് അനുഗ്രഹ പാത്രങ്ങളാകട്ടെ. ഞങ്ങൾക്ക് അങ്ങയുടെ ശബ്ദം കേൾക്കണം, ഞങ്ങളെ അങ്ങ് കടാക്ഷിക്കണം, കണ്ണോക്കി പാർക്കണം. അവിടുന്ന് അത് ചെയ്യും. അവിടുന്ന് നാമത്തെ ബോധപ്പെടുത്തിയായിട്ട് എല്ലാ യേശുവിന് വിലയേറിയ മാതിരിയുള്ള നാമത്തെ ആണെന്ന് പ്രാരംഭമായിട്ട് സെഖറിയാവിന്റെ പുസ്തകം ഇന്ന് ലാസ്റ്റ് സെഷനിൽ എന്ത് സംസാരിക്കണം എന്നുള്ള കാര്യം കർത്താവിൽ നിന്ന് കർത്താവിനോട് ചോദിക്കും. എന്റെ ഹൃദയത്തില് ഈ സെഖറിയാവിന്റെ പുസ്തകം എന്ന് പറഞ്ഞാൽ എവിടാ? നമുക്ക് പഴയ നിയമ പുസ്തകത്തില് മലാഖി പ്രവചനത്തിന്റെ തൊട്ട് മുമ്പ് സെക്കൻഡ് ലാസ്റ്റ് ബുക്ക് ഓഫ് ദ ഓൾഡ് ടെസ്റ്റ്മെന്റ് അല്ലേ? പഴയ നിയമത്തിന്റെ സെക്കൻഡ് ലാസ്റ്റ് ബുക്ക്. പഴയ നിയമത്തിന്റെ ഏറ്റവും ഒടുവിൽ നിന്ന് തൊട്ട് ഏറ്റവും ഒടുവിലത്തെ പുസ്തകം ഏതാ? പഴയ നിയമത്തിലെ മലാഖിയുടെ തൊട്ട് മുമ്പേ ഏതാ? സെഖറിയാവിന്റെ സെഖറിയ അല്ലെങ്കിൽ സെഖറിയാവിന്റെ പുസ്തകം 8-ാം അധ്യായത്തില് അതിന്റെ 13-ാമത്തെ വാക്യം ഒരു വലിയൊരു വാഗ്ദത്തമാണ്. അത് യേശു കർത്താവ് ഇന്ന് നമ്മളോട് ഓരോരുത്തരോടും നമ്മളെ തോൾ തട്ടി നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വചനമായിട്ട് കർത്താവിൽ നിന്നുള്ളൊരു വാക്ക് മതി നമ്മൾ പാടി. യേശു ആ ഒരു വാക്ക് നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കാനായിട്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ആ വാക്യം വായിക്കാവോ? 8:13. യഹൂദ ഗ്രഹവും ഇസ്രായേൽ ഗ്രഹവുമായുള്ളവരെ, നിങ്ങൾ ജാതികളുടെ ഇടയിൽ ശാപമായിരുന്നത് പോലെ ഞാൻ നിങ്ങളെ രക്ഷിച്ചിട്ട് നിങ്ങൾ അനുഗ്രഹമായി തീരും. നിങ്ങൾ ഭയപ്പെടാതെ ധൈര്യമായിരിക്കുവിൻ. അതെ, ഇസ്രായേലിനോട് അന്ന് ഇസ്രായേൽ മക്കളോട് യഹോവയായ ദൈവം അരുളി ചെയ്ത ആ ഒരു കാര്യം ഇന്ന് ആ യഹൂദ ഗ്രഹവും ഇസ്രായേൽ ഗ്രഹവും ഒക്കെ ആരാ? ഇന്ന് നമ്മള് ആത്മീയ ഇസ്രായേലാകുന്ന നമ്മുടെ സഭ, നമ്മൾ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാ. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളോട് കർത്താവ് പറയുവാണ്, നിങ്ങള് ജാതികളുടെ ഇടയിൽ, അവിശ്വാസികളുടെ ഇടയിൽ ഒരു കാലത്ത് ഒരു ഭാരമായിരുന്നു, ഒരു ശാപമായിരുന്നു, ഒരു തലവേദനയായിരുന്നു. ഓ, ഇവനെ കൊണ്ട് വലിയൊരു ഭാരമാണ്, ഇവളെ കൊണ്ട് വലിയൊരു ന്യൂസൻസ് ആണ്, ഒരു തലവേദനയാണ്, ഒരു പ്രയോജനമില്ല, ഒരു മണവും ഗുണവും ഇല്ല എന്നൊക്കെ ഞാന് ഞാന് ഞാനൊരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് ഈ വിശ്വാസത്തിലേക്ക് വന്ന കാര്യമൊക്കെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പം ഞാന് വളർന്നു വരുന്ന പ്രായത്തിൽ ഞാൻ വളരെ ഇൻട്രോവേർട്ട്, വളരെ ടിമിഡായിട്ട്, വളരെ ഒരു അന്തർമുഖനായ, ഒരു ലജ്ജാശീലനായ ഒരു യുവാവായിരുന്നു ഞാൻ. ഇങ്ങനെ വലിയ പബ്ലിക് സ്പീക്കിങ്ങോ കാര്യങ്ങളൊക്കെ ഒന്നും അത്ര ഇങ്ങനെ സ്കൂളിലൊക്കെ ഫസ്റ്റ് ആയിട്ടൊക്കെ പഠിക്കുകയും കാര്യങ്ങളും എല്ലാം ആയിരുന്നു. കുറച്ച് കാണാതെ പഠിച്ച് പറയേണ്ട ചില കാര്യങ്ങളൊക്കെ, ഇപ്പൊ വല്ല പദ്യപാരായണോ, റെസിറ്റേഷൻ, അക്ഷരശ്ലോകം, കാവ്യകേളി, അങ്ങനെയൊക്കെയുള്ള അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ ഇത് കാണാതെ പിടിച്ച് എന്നൊക്കെ പറയും. പക്ഷെ എന്തെങ്കിലുമൊക്കെ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, ബാക്കി എന്ത് മത്സരത്തിന് വേണമെങ്കിലും ചേരാൻ പറഞ്ഞു, എന്നെ പ്രസംഗിക്കാൻ മാത്രം പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാല് പ്രസംഗിക്കാൻ പറഞ്ഞാൽ നമ്മൾ നാലാളുടെ മുമ്പിൽ വെച്ച് എന്തെങ്കിലും ഒരു പറയുന്ന കാര്യം വരുമ്പോൾ എനിക്കൊക്കെ വല്ലാത്തൊരു ചൂളി പോകുന്നൊരു അനുഭവമായിരുന്നു. എന്നാൽ കർത്താവിലേക്ക് വന്നതിന് ശേഷം ആ കാര്യങ്ങളെല്ലാം മാറിപ്പോയി. ഇപ്പൊ ഞാനിത് പറയാൻ പെട്ടെന്ന് ഓർക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ മണവും ഗുണവും ഇല്ലാത്തെന്നുള്ളൊരു വാക്യം പറഞ്ഞപ്പോ പണ്ട് എന്റെ ഒരു ബന്ധുവായിട്ടുള്ള ഒരു അങ്കിള് പുള്ളി അങ്ങനെ പറഞ്ഞില്ല. പക്ഷെ എങ്കിലും അവനെ കൊണ്ടൊരു മണവും ഗുണവും ഇല്ല എന്ന് വെച്ചാൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇപ്പം ഞാനിപ്പം വേറെ ഏതെങ്കിലും ഇപ്പൊ സ്കൂളിലൊക്കെ ഭയങ്കര ടോപ്പായിട്ട് ഭയങ്കര ടീച്ചേഴ്സിനെയൊക്കെ കണ്ണിലുണ്ണിയൊക്കെ ആയിട്ടായിരിക്കും. എന്നാൽ വേറെ എന്തെങ്കിലും ഒരു സോഷ്യൽ ഫംഗ്ഷൻ, എന്തെങ്കിലും ഒരു കല്യാണത്തിന് ചെല്ലുമ്പോഴോ എന്തെങ്കിലും ചിലപ്പം എനിക്ക് എല്ലാവരോടും, ഞാൻ ഈ ഒന്നാമത് ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ പഠിച്ച് വലിയ അങ്ങനെ സോഷ്യൽ ഇന്ററാക്ഷനോ വലിയതൊന്നും അറിയത്തില്ല. അപ്പം ബാക്കി എല്ലാവരുടെ മുമ്പിൽ ചെല്ലുമ്പോൾ നമുക്ക് അങ്ങനെ എല്ലാവരുടെ ഇടപെടകാനോ കാര്യങ്ങളൊന്നും അറിയാതെ ഒരു ഇൻട്രോവേർട്ട്, ഒരു അന്തർമുഖനായിട്ട് നമ്മള് അധികം അങ്ങനെ എല്ലാവരോടും ഇങ്ങനെ ഇടിച്ചു കയറി നിന്ന് സംസാരിക്കാനോ അങ്ങനെയൊന്നും അറിയാത്ത ഒരു പ്രകൃതമായിരുന്നു ഞാൻ. അപ്പൊ അതാ പറഞ്ഞ മണവും ഗുണവും ഇല്ലാത്തതെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് ആ ഒരു അങ്കിള് പറഞ്ഞു. അപ്പൊ ആ ഒരു മണവും ഗുണവും ഇല്ലാത്ത എന്ന് ഒരു പക്ഷേ അവരുടെ ആ ഒരു അറിവില്ലായ്മയിൽ അന്ന് പറഞ്ഞ ആ ഒരാള് ദൈവം ഇന്നും ക്രിസ്തുവിന്റെ മണവും ക്രിസ്തുവിന്റെ സൗരഭ്യവും ക്രിസ്തുവിന്റെ ഗുണവും ഒക്കെ ആയിട്ട് കർത്താവ് ഇന്ന് ഇവിടെ ആയിരിക്കാനും വേറെ പലയിടങ്ങളിലും ഒക്കെ ആയിരിക്കാനും ഒക്കെ ദൈവം സഹായിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് നമ്മളുടെ എല്ലാവരുടെയും ജീവിതം കൊണ്ട് മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായിരിക്കണം. അനുഗ്രഹം എന്ന് പറയുമ്പോൾ എന്തോ ഒരു സാമ്പത്തിക അനുഗ്രഹം, ഭൗതികമായിട്ടുള്ള എന്തോ വലിയ അനുഗ്രഹം എന്നുള്ള അതൊക്കെ ഉണ്ട്, അതൊക്കെ എന്റെ കൂടെ ചേർന്ന് വരും. പക്ഷേ
അത്യധികമായിട്ട് നമ്മള് ക്രിസ്തുവിന്റെ ഒരു നാമമഹത്വത്തിനായിട്ട് മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായിട്ട് മറ്റുള്ളവർക്ക് നമ്മളെ കണ്ടുമുട്ടുന്നത്, നമ്മളെ കാണുന്നത്, നമ്മളോട് സംസാരിക്കുന്നത്, നമ്മളോട് ഇടപെടുന്നത് അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു കർത്താവിന്റെ ഒരു സൗരഭ്യവാസനയായിട്ട്, കർത്താവിന്റെ ഒരു സൗരഭ്യമായിട്ടായി തീരണം. അപ്പൊ അങ്ങനെ നമ്മളെ ഓരോരുത്തരും വീണ്ടും ജനിച്ച ദൈവപൈതൽ നമ്മൾ ഓരോരുത്തരും ഒരളവിൽ അല്ലെങ്കിൽ മറ്റൊരളവിൽ നമ്മൾ അനുഗ്രഹമാണ്. അനുഗ്രഹം അല്ലെന്നല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഇന്ന് ഈ ഒരു 2026 ഈ പുതുവർഷത്തില് കർത്താവിന് നമ്മളെ ഇതുവരെ നമ്മളായിരിക്കുന്നതിലും അധികമായിട്ടുള്ള ഒരു അനുഗ്രഹമാക്കി തീർക്കാനും എബ്രഹാമിന് കൊടുത്ത അനുഗ്രഹം എന്തായിരുന്നു? ഇവിടെ ഉൽപ്പത്തി പുസ്തകത്തിൽ എബ്രഹാമിന് കൊടുത്ത അനുഗ്രഹത്തെ കുറിച്ച് എവിടെ വായിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ അതിന്റെ ആദ്യത്തെ 3 വാക്യങ്ങളിലാണ്. അവിടെ അത് ചുരുക്കമായിട്ട് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. എബ്രഹാമിനെ കാണാനിരിക്കുന്ന ഒരു ദേശത്തേക്ക് താൻ കൊണ്ടുചെല്ലും എന്ന് പറയുമ്പോൾ അവിടെ അതിന്റെ 2-ാമത്തെ വാക്യത്തില് ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, ഉൽപ്പത്തി പുസ്തകം 12:2, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കി നീ ഒരു അനുഗ്രഹമായിരിക്കും. ഐ വിൽ ബ്ലസ് യു ആൻഡ് യു വിൽ ബി എ ബ്ലസ്സിംഗ്. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായി തീരും. നമ്മളുടെ ജീവിതം കൊണ്ട് നമ്മളുടെ വീട്ടിൽ തന്നെ നമ്മൾ എവിടെ ആദ്യം അനുഗ്രഹമാകണ്ടേ? നമ്മളങ്ങ് ലോകത്തിന് അറ്റത്തോളം തന്നെ അനുഗ്രഹമാകാനൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ആഗ്രഹം. എന്നാൽ ആദ്യം അനുഗ്രഹം ആവണ്ടേ എവിടെ? അപ്പോസ്തലപ്രവൃത്തികളിലേക്ക് നമ്മൾ വരുമ്പോൾ കർത്താവിന്റെ സാക്ഷികളായിട്ട് നമ്മൾ തീരുന്നതിനെ കുറിച്ച് പറയുന്ന നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും നമുക്കത് എടുക്കാം. അപ്പോസ്തലപ്രവൃത്തികൾ 1-ാം അധ്യായത്തില് ആദ്യം നമ്മളായിരിക്കുന്ന ഇടത്ത് അനുഗ്രഹമാകണം. എന്നുവെച്ചാൽ ശിഷ്യന്മാര് അവര് എവിടെ കാത്തിരിക്കാനാണ് പറഞ്ഞ അവരോട്? പരിശുദ്ധാത്മാവിനായിട്ട് യെരൂശലേമിൽ കാത്തിരിക്കാൻ പറഞ്ഞു, അല്ലേ? അപ്പൊ അതാ നമ്മൾ അപ്പോസ്തലപ്രവൃത്തികൾ 1-ാം അധ്യായത്തിന് 8-ാമത്തെ വാക്യം എന്ന് പറഞ്ഞാൽ കർത്താവ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് കർത്താവ് പറഞ്ഞു വെച്ചിട്ട് പോയിട്ടുള്ള കാര്യം എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? അപ്പോസ്തലപ്രവൃത്തികൾ 1-ാം അധ്യായത്തിന് 8-ാമത്തെ വാക്യത്തിൽ, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ആദ്യം യെരൂശലേമിൽ, അവിടെ ശിഷ്യന്മാര് അവിടെ യെരൂശലേമില് മാളികമുറിയില് അവര് പ്രാർത്ഥിക്കുമ്പോഴാണ് ഒരുമനപ്പെട്ട് ആ 10 ദിവസം അവർ പ്രാർത്ഥിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് വലിയ ശക്തിയോടെ അവരുടെ മേൽ വരുന്നത്. അപ്പൊ ആദ്യം അവർ യെരൂശലേമിലെ അനുഗ്രഹമായി. അത് കഴിഞ്ഞിട്ട് പിന്നെ എവിടെ അനുഗ്രഹമായി? തൊട്ടടുത്ത് യഹൂദിയയിൽ എല്ലായിടത്തും. യെരൂശലേം ഏത് ഡിസ്ട്രിക്റ്റിലായിരുന്നു എന്ന് ചോദിച്ചാൽ യഹൂദിയയിലായിരുന്നു. ഇപ്പൊ നിലമ്പൂര് മലപ്പുറം ഡിസ്ട്രിക്റ്റ് ആണ്, അല്ലേ? അപ്പം അത് നമ്മൾ നിലമ്പൂര് അനുഗ്രഹമാകുന്നു, പിന്നെ മലപ്പുറം ഡിസ്ട്രിക്ട് മൊത്തം, പിന്നെ അതിന്റെ തൊട്ടടുത്ത ഡിസ്ട്രിക്ട് കോഴിക്കോടോ അല്ലെങ്കിൽ പാലക്കാടോ ഇങ്ങനെ ഡിസ്ട്രിക്ട് എന്ന് വെച്ചാൽ അവിടെ അത്രയും, പിന്നെ ലോകത്തിന്റെ അറ്റത്തോളൂ എന്ന് പറയുന്നത് പോലെ ആ യെരൂശലേം ആയിരിക്കുന്നത് യഹൂദിയ എന്ന് പറയുന്ന ഒരു ജില്ലയിലായിരുന്നു. പിന്നെ യഹൂദിയ കഴിഞ്ഞിട്ട് പിന്നെന്താ പറയുന്നത്? യഹൂദിക്ക് അപ്പുറം ശമരിയ. അതിനുശേഷം പിന്നെ ലോകത്തിന് അറ്റത്തോളവും എന്നുള്ളൊരു കാര്യം അതേ ക്രമം തന്നെ നമ്മൾ കാണുന്നുണ്ട്. യെരൂശലേമിൽ അവർ അനുഗ്രഹമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ യഹൂദിയ നാടൊക്കെയും ആ വാർത്ത പടരുന്നു. അതിനുശേഷം പിന്നെ ശമരിയയില് അപ്പോസ്തലപ്രവൃത്തികൾ 8-ാം അധ്യായം എത്തുമ്പോഴത്തേക്കും ശമരിയയില് അവിടെ ഒരു വലിയ ഉണർവ് നടക്കുന്നു. പിന്നീട് കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ നിന്ന് ജാതികളുടെ ഇടയിലേക്ക് 10-ാം അധ്യായം മുതൽ ലോകത്തിനറ്റത്തോളം ജാതികളിലേക്കും അങ്ങനെ ലോകത്തിനറ്റത്തോളവും എന്ന് പറയുമ്പോൾ ആ ശിഷ്യന്മാർ യൂദാസ് പോയി കഴിഞ്ഞിട്ടും 11 പേരത് കേട്ടോണ്ട് നിൽക്കുന്നതില് ഒരാള് എങ്ങോട്ട് വന്നു? കേരളത്തിലോട്ട് വന്നു. അതാരായിരുന്നു? തോമസ് ആയിരുന്നു. തോമസ് AD 52. ഇന്നിപ്പോ നമ്മൾ 2026 എന്ന് പറയുന്നത്. അപ്പൊ ഇത് 2025, 26 AD, അന്നാ ഡൊമിനി, ഇയർ ഓഫ് ദ ലോർഡ്. കർത്താവ് വന്നിട്ട് ഏകദേശം 2026 വർഷങ്ങളായി നമ്മൾ പറയുമ്പോൾ ആ AD 52 കർത്താവ് ക്രൂശിക്കപ്പെട്ടത് AD 30 എന്ന് ചരിത്രം പറയുമ്പോൾ AD 52 തോമസ് ഇവിടെ അനുഗ്രഹമായിട്ട് വന്നതുകൊണ്ട് നമ്മുടെ കേരളത്തിനും ഭാരതത്തിനും ഒക്കെ എത്ര വലിയൊരു അനുഗ്രഹമായി. ആ 1-ാം നൂറ്റാണ്ടിൽ തന്നെ സുവിശേഷത്തിന്റെ വെളിച്ചം ഈ കേരളക്കരയിലേക്ക് എത്തിയത് കൊണ്ട് അത് വലിയൊരു കേരളത്തിൽ വലിയൊരു നമ്മുടെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് നമ്മളായിരിക്കാനും ഒക്കെ അതൊക്കെ നമുക്ക് അതിന്റെ മേന്മ പറയാനൊന്നുമില്ല, ദൈവത്തിന്റെ കരുണ എന്ന ദൈവം. അതിന്റെ കാരണം എന്താ? വലിയ സാക്ഷരതയും വലിയ ആരോഗ്യരംഗത്തുള്ള നേട്ടങ്ങളും വലിയ വലിയ കാര്യങ്ങളും വലിയ വലിയ വിപ്ലവങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ പറയുമ്പോൾ അത് ക്രിസ്ത്യൻ മിഷണറിമാര്, തോമസ് മുതൽ പിന്നീട് വന്ന ക്രിസ്ത്യൻ മിഷണറിമാര്, അതിനെക്കുറിച്ചൊക്കെ എപ്പോഴും ജോൺസൺ സാറൊക്കെ ഒത്തിരി ഘോരഘോര പ്രസംഗിക്കുന്നതാണെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അത്രയൊക്കെ ഉള്ള അങ്ങനെയൊക്കെ ഉള്ള ഒരു അനുഗ്രഹമായി തീർന്നു തോമസ്. അത് കേട്ടുകൊണ്ടിരുന്ന തോമസ് ഇവിടെ ലോകത്തിന് അറ്റത്തോളം ഇവിടെ ഈ കൊച്ചു കേരളത്തിലേക്ക് വന്ന അനുഗ്രഹമായി തീർന്നു. ഞാൻ പറഞ്ഞു വെച്ചാല് നമ്മൾ ആദ്യം അനുഗ്രഹമായിരിക്കും നമ്മൾ ആയിരിക്കുന്നിടത്ത് എന്ന് പറയുമ്പോൾ നമ്മളുടെ വീട്ടില്,
എന്ന് പറഞ്ഞാല് ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്നൊരു സദൃശ്യവാക്യം, ഒരു പഴമൊഴിയുണ്ട്. എന്ന് പറഞ്ഞാല് എന്തൊരു കാര്യം ആദ്യം വീട്ടിലാണ് തുടങ്ങുന്നത്. ഇപ്പൊ ചിലരാണെങ്കിൽ അങ്ങ് ലോകത്തെല്ലായിടത്തും ഭയങ്കര അനുഗ്രഹമാണ്, പക്ഷെ വീട്ടിൽ ഭയങ്കര ശല്യമാണ്. ഇല്ലേ? നമ്മള് കഴിഞ്ഞ ഇന്ന് ഇന്ന് ആദ്യം മുതൽ നമ്മൾ ആ കാര്യങ്ങളൊക്കെ ആയിരുന്നു ചിന്തിച്ചു വന്നത്. നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തില് ഇത് കർത്താവിന്റെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാല് കർത്താവിനോടുള്ള നിർമ്മലവും ഏകാഗ്രമായിട്ടുള്ള ഒരു ഭക്തി, ആ ഒരു ആദ്യ സ്നേഹം, കർത്താവിനോട് തീക്ഷ്ണമായിട്ടുള്ള ഒരു സ്നേഹബന്ധം, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിലെ കുറവുകളൊക്കെ പറഞ്ഞ് കർത്താവിനായിട്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളും തുറന്നു കൊടുക്കുമ്പോൾ കർത്താവ് നമ്മളുടെ വ്യക്തി ജീവിതത്തെ അനുഗ്രഹിക്കുന്നു. എന്ന് പറഞ്ഞാല് നമ്മുടെ ജീവിതത്തില് യഥാർത്ഥത്തിലുള്ള അനുഗ്രഹം, അനുഗ്രഹം എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് നമ്മുടെ വീട് കിട്ടി, കാറ് കിട്ടി, അതൊക്കെ ചോട്ട ചോട്ട കാര്യങ്ങൾ, അതൊക്കെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്ന കാര്യങ്ങൾ. എന്നാൽ യഥാർത്ഥത്തിൽ കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്ന എന്ത് അനുഗ്രഹമാണ്? എഫേസ്യ ലേഖനത്തിലേക്ക് 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തില് അതിന്റെ 3-ാമത്തെ 4-ാമത്തെ ഭാഗത്തില് എന്താ നമ്മൾ വായിക്കുന്നത്? പിതാവായ ദൈവത്തിൽ നിന്നും, അല്ല സോറി, എഫേസർ ഞാൻ എടുത്ത് പെട്ടെന്ന് ഗലാത്യർ സോറി, എഫേസർ 1-3-4 സ്വർഗത്തിലെ സകല ആത്മിക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവേശുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. അപ്പൊ പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നു ഭൂമിയുടെ അനുഗ്രഹങ്ങളായിരുന്നു. പഴയ നിയമത്തിലെ ഭൂമിയുടെ എല്ലാ അനുഗ്രഹങ്ങളുമായിരുന്നു അവർക്ക് മോശയിലൂടെ ആ ഒരു വാഗ്ദാനം കൊടുത്തത്. നിനക്ക് അത് ചെയ്താൽ ഇത് ചെയ്യും, ഇത് ഇങ്ങനെ അനുസരിച്ചാൽ അത് കിട്ടും, ഇത് കിട്ടും. ഭൗതികമായിട്ടുള്ള അനുഗ്രഹിക്കുന്നു. ഭൗതികമായിട്ടുള്ള അനുഗ്രഹം ഉണ്ട് തീർച്ചയായിട്ടും. മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിച്ചാല് വേണ്ടുന്ന എല്ലാ കർത്താവും കൂടെ കൊടുക്കുമെന്ന് 10-6-33 നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെന്താ ഫിലിപ്പർ 4-19 എന്താ വായിക്കുന്നേ? എന്റെ ബുദ്ധിമുട്ടൊക്കെയും കർത്താവ് തന്നെ മൊത്തത്തിന് ധനത്തിന് ഒത്തവണ്ണം നിങ്ങൾക്ക് തീർത്തു തരും എന്നുള്ളൊരു കാര്യം ഫിലിപ്പർ 4-19 നമ്മൾ വായിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഭൗതികമായിട്ട് നമ്മുടെ ആവശ്യങ്ങള്, സൗഖ്യത്തിന്റെ ആവശ്യങ്ങളോ നമ്മളുടെ സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങളോ എല്ലാം കർത്താവിന് ആ കാര്യങ്ങളെല്ലാം അറിയാം, അതെല്ലാം അറിയാം. എന്നാൽ പ്രാഥമികമായിട്ട് ആദ്യം എന്താ? സ്വർഗീയമായ അനുഗ്രഹങ്ങൾ. സ്വർഗീയമായ അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? യേശുവിന്റെ സ്വഭാവം, കർത്താവിന്റെ വലിയ സന്തോഷം, കർത്താവിന്റെ വലിയ സ്നേഹം, കർത്താവിന്റെ വലിയൊരു സമാധാനം, ഇതെല്ലാം ഉണ്ട്. പക്ഷെ എല്ലാം ഉണ്ട്, പക്ഷെ സമാധാനം ഇല്ലെങ്കിൽ പിന്നെ എന്തോ കാര്യം? ഇതെല്ലാം വലിയ വലിയ കാര്യങ്ങളുണ്ട്, വലിയ വലിയ മണിമാളികളുണ്ട്, വലിയ സാമ്രാജ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്താ? ഒരു ഹൃദയത്തിലൊരു സമാധാനവും ഇല്ല, ആരോടും ഒരു സ്നേഹവും ഇല്ല, ഒരു സന്തോഷവും ഇല്ല. നിങ്ങൾക്ക് ഇതെല്ലാം ഉണ്ടായിട്ട് എന്താ കാര്യം? അപ്പൊ പ്രാഥമികമായിട്ട് സ്വർഗീയ അനുഗ്രഹങ്ങൾ, സ്വർഗീയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ഫലം, അതാണ് യേശുവിന്റെ സ്വഭാവം, ദൈവത്തിന്റെ സ്വഭാവം, നിത്യജീവനാകുന്ന കർത്താവിന്റെ സ്വഭാവം. അത് അതാണ് നമുക്കൊരു വലിയ അനുഗ്രഹമായിട്ട് വന്ന, അതാണ് നിറഞ്ഞു കവിഞ്ഞ് ബാക്കിയുള്ളവരിലേക്ക്. എന്ന് പറഞ്ഞാല് നമ്മളെ കൊണ്ട് നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക്, നമ്മളുടെ ജോലി സ്ഥലത്തുള്ളവർക്ക്, നമ്മുടെ പിന്നെന്താ നമ്മളുടെ സമൂഹത്തിൽ അയൽപക്കത്തുള്ളവർക്ക്, നമ്മളെ കൊണ്ട് നമ്മളുടെ സഭയിലുള്ളവർക്ക്, ദേശത്തുള്ളവർക്കൊക്കെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു ഉപകാരം. നമ്മളെ കൊണ്ട് അവർക്കൊരു നല്ല വാക്ക് കേൾക്കാനും, നമ്മളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും സഹായങ്ങളും അങ്ങനെയൊക്കെ ഉള്ള ഒരു, നമ്മൾ മറ്റുള്ളവർക്കൊരു ഭാരമായിട്ട് തീരാതെ മറ്റുള്ളവർക്ക് നമ്മളൊരു അനുഗ്രഹമായിട്ട് തീരുന്ന ഒരു അവസ്ഥ. ഇന്ന് പലപ്പോഴും പല ചെറുപ്പക്കാരായിട്ടുള്ളവരൊക്കെ വീട്ടില് ആ ചെറുപ്പക്കാരെ കൊണ്ട് ഇന്ന മോനെ കൊണ്ട് എനിക്ക് ഭയങ്കര തലവേദനയായെന്ന് പറയുന്ന പല മാതാപിതാക്കളൊക്കെ കൗൺസിലിങ്ങിനൊക്കെ വന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ ചിലർ പറയും എനിക്ക് ഭാര്യയെ കൊണ്ട് ഭയങ്കര ഒരു തലവേദന, ചിലർക്ക് ഭർത്താവിനെ കൊണ്ട് ഭയങ്കര തലവേദന, ചിലർക്ക് അമ്മായിനെ കൊണ്ട്, അമ്മായിപ്പനെ കൊണ്ട്, അപ്പനെ കൊണ്ട്, അമ്മയെ കൊണ്ട്, അളിയനെ കൊണ്ട്, നാത്തുവിനെ കൊണ്ടും ഒക്കെ തലവേദനയും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ ആൾക്കാർക്ക് തന്നെ ഒത്തുചേർന്ന് പോകാനൊക്കെ പറ്റുന്നില്ല. പക്ഷെ എന്തെല്ലാം പ്രതിസന്ധികളുടെയൊക്കെ നടുവില് ആ ഒരു എബ്രഹാമിന്റെ അനുഗ്രഹം എന്ന് പറയുമ്പോൾ അവൻ ബ്ലസ് യു ആൻഡ് യു വിൽ ബി ബ്ലസ്സിംഗ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഈ ഒരു അനുഗ്രഹമായിരിക്കും. അത് ഭൂമിയിലുള്ള സകല സകല കുടുംബത്തിനും അനുഗ്രഹമായിരിക്കും എബ്രഹാമിന്റെ ബ്ലസ്സിംഗ്. ആ ഭൂമിയിലുള്ള സകല കുടുംബം എന്ന് പറയുമ്പോൾ നമ്മൾ ആരെയൊക്കെ കണ്ടുമുട്ടുന്ന അവിടെയൊക്കെ ഒരു തലത്തിൽ അല്ലെങ്കിൽ ഒരു മറ്റൊരു തലത്തില് നമ്മളെ സ്പർശിക്കുന്നവര് ക്രിസ്തുവിനെ സ്പർശിച്ച് ക്രിസ്തുവിന്റെ ഒരു അനുഗ്രഹം മാത്രം ആവുകയാണെങ്കിൽ അത് എത്ര വലിയൊരു കാര്യമാണ്. നമ്മളുടെ കോളേജിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, സ്കൂളിൽ പഠിക്കുന്നവരുണ്ട്, നിങ്ങൾ ജോലി സ്ഥലത്തുള്ളവരുണ്ട്, അയൽപക്കത്ത് അനേകരോട് ഇടപെടുന്നു, നമ്മളൊരു കടയിൽ പോകുന്നു, വേറെ പലയിടത്ത് പോകുന്നു, യാത്ര ചെയ്യുന്നു. അവിടെയൊക്കെ നമ്മുടെ കർത്താവിന്റെ ഒരു അനുഗ്രഹമുള്ളവരായിട്ട്, കർത്താവിന്റെ ഒരു സൗരഭ്യമുള്ളവരായിട്ട് ആയിരിക്കുവാണെങ്കിൽ അത് എത്ര വലിയൊരു മാറ്റമായിരിക്കും. അത് നമ്മൾ ആദ്യം വായിച്ച സെഖര്യാവ് 8-ാം അധ്യായത്തിന് 13 എന്താ വായിച്ചത്? നിങ്ങൾ ശാപമായിരുന്നത് പോലെ, ചിലപ്പോ ഏതൊരു പ്രൊപ്പോഷനിൽ ശാപമായിരുന്നോ ആ ഒരു പ്രൊപ്പോഷനിൽ, ആ ഒരു തോതിൽ നമ്മളെ അങ്ങ് അനുഗ്രഹിക്കാം, നമ്മളെ അങ്ങ് ആശീർവദിക്കാം എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ കൂടെ വായിച്ചൊരു കാര്യം എന്താ? ഭയപ്പെട്ട ധൈര്യമായിട്ട് ഇരിക്കുക എന്നുള്ള ഒരു കാര്യം കൂടെ വായിച്ചു. ശ്രദ്ധിച്ചായിരുന്നു? അതെ, ആ മൊത്തം വാക്യം കൂടെ, നമ്മൾ മുഴുവൻ വാക്യം കൂടെ വായിക്കുമ്പോൾ സെഖര്യാവ്
8-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തില് നിങ്ങൾ അനുഗ്രഹമായി തീരും, നിങ്ങൾ ഭയപ്പെടാതെ ധൈര്യമായിരിക്കുവിൻ. ഭയപ്പെടാതെ നമ്മള് കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലണം. നമ്മൾ ആ എബ്രഹാമിന്റെ അനുഗ്രഹം അത് പരിശുദ്ധാത്മാവിനാല് നമുക്കായി തീർന്നിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഗലാത്യർ 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. ഗലാത്യർ 3-ാം അധ്യായത്തിലേക്ക് വരുവാണെങ്കിൽ അവിടെ അതിന്റെ 13-14 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്ന, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ. നമ്മൾ എങ്ങനെ ശാപമായിരുന്നു അതുപോലെ അനുഗ്രഹമാക്കാന്നാണ് പറയുന്നത്. എന്നാ നമുക്ക് വേണ്ടി എങ്ങനെ നമ്മൾ അനുഗ്രഹമായി തീരുന്നേ, എങ്ങനെ അതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എങ്ങനെയാന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഈ എന്തെങ്കിലുമൊക്കെ മരുന്നുകൾ ഒക്കെ ഞങ്ങൾ പഠിക്കുമ്പോൾ ഇതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്താ, ഇന്ന മരുന്ന് ഡോപ്പമിൻ അഗനിസ്റ്റ് അല്ലെങ്കിൽ സെറട്ടോണിൻ ഡോപ്പമിൻ ആന്റഗനിസ്റ്റ് എന്നൊക്കെ ഈ ഫാർമക്കോളജിയിലൊക്കെ പഠിക്കുക. അതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ അനുഗ്രഹമായി തീരുന്നെന്ന് ചോദിച്ചാൽ അത് ക്രിസ്തുവിലൂടെ. യേശു കർത്താവ് ശാപമായി തീർന്നു എന്തിനു വേണ്ടിയാ? നമ്മളൊരു അനുഗ്രഹമായി തീരാൻ വേണ്ടി. ആ ഒരു കാര്യം കണ്ട് നമ്മളുടെ ജീവിതം കർത്താവിന്റെ ആ വലിയൊരു ത്യാഗത്തിന്റെ മുമ്പാകെ നമ്മെ തന്നെ അടിയറവ് പറഞ്ഞ് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മൾ അനുഗ്രഹമായിട്ട് തീരുന്നത്. നമ്മൾ വെറുതെ അനുഗ്രഹമായി തീരും എന്ന് നമ്മൾ വെറുതെ പറഞ്ഞുകൊണ്ടിരുന്നോണ്ട് കാര്യമില്ല. മറിച്ച് കർത്താവ് എനിക്ക് വേണ്ടി ശാപമായി തീർന്നു. ശാപം എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുന്നേ, അതൊരു ഭയങ്കര കട്ടിയുള്ള ഒരു വാക്കാണ്. എന്നെ ആളെ ശപിച്ചു അല്ലെങ്കിൽ ഭയങ്കര ശാപം എന്നൊക്കെ പറഞ്ഞ ഒരു കേഴ്സ്, അതൊരു കട്ടിയുള്ള വാക്കാ. എന്താ ഇവിടെ പറയുന്നേ? കർത്താവ് നമുക്ക് വേണ്ടി ശാപമായി തീർന്നു, മരത്തിന്മേൽ തൂങ്ങുന്നവരെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ. ആവർത്തന പുസ്തകം 21-22 അത് എഴുതിയിരിക്കുന്നേ, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പഴയ നിയമത്തിൽ തന്നെ അങ്ങനെ ഒരു ദൈവത്തിന്റെ പ്രമാണം, മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. കർത്താവ് എവിടാ തൂങ്ങപ്പെട്ടത്? മരക്കുരിശിൽ അല്ലെ, കാൽവരി മലയില് ഒരു മരക്കുരിശില് എല്ലാവരും കൈവിടപ്പെട്ടവനായിട്ട് കർത്താവ് ശാപമായി തീർന്നു. എന്തിനു വേണ്ടിയാ? എനിക്കൊരു എക്സ്ചേഞ്ച് ഓഫർ. കഴിഞ്ഞ സെഷനിൽ നമ്മളൊരു എക്സ്ചേഞ്ച് ഓഫറിനെ കുറിച്ചൊക്കെ പറഞ്ഞു അല്ലേ. നമ്മുടെ ഭാരങ്ങളൊക്കെ അങ്ങോട്ട് കൊടുക്കുമ്പോൾ കർത്താവിന്റെ കരുതൽ ഇങ്ങോട്ട് തരുന്നു, നമ്മുടെ ആവശ്യങ്ങളൊക്കെ അങ്ങോട്ട് കൊടുക്കുന്നു, സകല പുതിയ കവിത സ്വർഗീയ സമാധാനം ഇങ്ങോട്ട് തരുന്നു. അങ്ങനെ ക്രൂസിൽ വലിയൊരു എക്സ്ചേഞ്ച് ഓഫർ നടന്നിട്ടുണ്ട്. ക്രൂസിൽ നടന്ന എക്സ്ചേഞ്ച് ഓഫർ ഇങ്ങനെ നമ്മൾ പറയാൻ തുടങ്ങുവാണെങ്കിൽ ഞാനിങ്ങനെ അത് പലയിടത്തു നിന്നൊക്കെ പലപ്പോഴായിട്ട് എഴുതി വെച്ചതും കർത്താവ് ഓർപ്പിച്ചിട്ടുള്ളതുമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ എന്താ, ക്രൂസില് കർത്താവ് ശാപമായി തീർന്നു നമ്മളൊരു അനുഗ്രഹമാകട്ടെ. ക്രൂസിൽ നടന്ന വേറെ പല എക്സ്ചേഞ്ച് ഓഫർ പറയുവാണെങ്കിൽ കർത്താവ് മുൾമുടി ധരിച്ചു. കർത്താവ് മുൾക്കിരീടം ധരിച്ചതിന് വേണ്ടിയാണ് ഞാൻ ജീവന്റെ കിരീടം ചൂടുവാനായിട്ട്. നമ്മൾ അങ്ങനെ ചില പാട്ടുകളൊക്കെ പാടുന്നുണ്ട്. മുൾമുടി ധരിച്ചു, ജീവകിരീടം പ്രാപിപ്പാൻ യേശുവിൻ സ്നേഹതളിനുള്ള പൊങ്ങുന്നേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാടുന്നുണ്ട്. അവിടെ ക്രൂസില് കർത്താവിന്റെ ആ ത്യാഗം, നമ്മൾ ആദ്യത്തെ സെഷനിലൊക്കെ ആ കർത്താവിന്റെ ആ ത്യാഗത്തെ കുറിച്ച്, യാഗത്തെ കുറിച്ചും പാപയാഗത്തെ കുറിച്ചും അവസാനത്തോടെ രക്തം ചൊരിഞ്ഞതിനെ കുറിച്ചും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴാ ഒരു അനുഗ്രഹമാകുന്നതെന്ന് പറഞ്ഞാൽ കർത്താവ് എത്രമാത്രം ക്രൂസിൽ എനിക്ക് വേണ്ടി ശാപമായി തീർന്നു എന്നുള്ള അതിന്റെ ആഴവും കാര്യങ്ങളും ഒക്കെ കർത്താവ് കൊടുത്ത വിലയൊക്കെ അറിഞ്ഞ് നാം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമായിട്ടും കർത്താവിന്റെ ആ ഹിതത്തിനായിട്ട്, കർത്താവിന്റെ ആ വാക്കിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മളുടെ ആ സ്വന്തം ജീവൻ, സ്വയഹിതം എന്നൊക്കെ പറയുന്ന ആ ഒരു വലിയ ജഡത്തിന്റെ ഒരു കെട്ടൊക്കെ അങ്ങ് പൊട്ടുമ്പോഴാ, അതൊക്കെ ഒരു നുറുക്കപ്പെടുമ്പോഴാ പരിശുദ്ധാത്മാവിന് നമ്മളുടെ മേല്, നമ്മളുടെ ഉള്ളില് അതുപോലെ വന്ന് നമ്മളുടെ വാക്കുകൾ കൊണ്ട്, നമ്മുടെ പ്രവർത്തികൾ കൊണ്ട്, നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് നമ്മളൊരു അനുഗ്രഹമായി തീരാൻ പറ്റുന്നത്. ആ ക്രൂസിൽ എക്സ്ചേഞ്ച് ഓഫർ പറഞ്ഞപ്പോ ഞാനിപ്പോ ഒരു കാര്യം പറഞ്ഞു. ഇപ്പൊ ഒരു കാര്യം ഓരോരുത്തർ നമ്മൾ പറഞ്ഞു, എന്താ, കർത്താവ് ശാപമായി തീർന്നു, ഞാൻ ഒരു അനുഗ്രഹമായിരിക്കേണ്ടതിന്. അതുപോലെ കർത്താവ് മുൾക്കിരീടം ധരിച്ചു. ഇത് ഞാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തർ നിങ്ങളുടെ പേരവിടെ വെക്കണം. എനിക്ക് വേണ്ടി ഞാൻ ജീവകിരീടം ചൂടാൻ വേണ്ടി കർത്താവ് മുൾക്കിരീടം ഒക്കെ വെച്ച് കർത്താവിനെ ആഞ്ഞടിച്ചതൊക്കെ നമ്മൾ ഇന്ന് രാവിലെ വായിച്ചു. മത്തായി 27-ാം അധ്യായത്തിൽ. അത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, ഞാൻ ജീവന്റെ കിരീടം, ക്രൗൺ ഓഫ് ലൈഫ്, ജീവന്റെ കിരീടം, നീതിയുടെ കിരീടം ഒക്കെ ചൂടാനായിട്ട് എന്റെ കർത്താവ് എനിക്ക് വേണ്ടി മുൾക്കിരീടം ധരിച്ചു. കർത്താവ് വിവസ്ത്രനായി. കർത്താവിന്റെ വസ്ത്രമെല്ലാം ചീട്ടിട്ടെടുത്തു, പങ്കിട്ടെടുത്തു എന്നൊക്കെ നമ്മൾ വായിക്കുന്നു. കർത്താവ് വിവസ്ത്രനായത് എന്തിനു വേണ്ടിയാ? ഹി വാസ് ഡിസ്ട്രോബ്ഡ് സോ ദാറ്റ് ഐ കുഡ് ബി robed with the righteousness of Christ and with the wedding garments of the bride of Christ. കർത്താവ് എന്തിനു വേണ്ടിയാ കർത്താവിന്റെ വസ്ത്രം എടുക്കപ്പെടാനായിട്ട് അനുവദിച്ചു കൊടുത്തെന്ന് പറഞ്ഞാല്, നമ്മള് കർത്താവിന്റെ നീതിയങ്കി അണിയാനായിട്ട്, നീതിയങ്കിയും അതിന്മേല് മണവാട്ടി വസ്ത്രവും സർവായുധ വർഗവും അവരും പുരോഹിത വസ്ത്രവും എല്ലാം നമ്മളെ അണിയിക്കാനായിട്ടാ കർത്താവ് ക്രൂസില് വിവസ്ത്രനായത്. ആ ക്രൂസിൽ
6 നാഴിക നേരം 6 മണിക്കൂർ നേരം കർത്താവ് ക്രൂശിലായിരുന്ന സമയത്ത് അവസാനത്തെ 3 മണിക്കൂർ നേരം അവിടെ ഇരുട്ട് വ്യാപിച്ചതായിട്ട് നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. അവിടെ ഇരുട്ട് വ്യാപിച്ചു. കർത്താവ് എന്തിനാ ഇരുട്ടിലായി പോയി? ഞാന് വെളിച്ചത്തിലേക്ക് വരാൻ. അതാണ് അവിടെ എക്സ്ചേഞ്ച് ഓഫർ. കർത്താവ് ഇരുട്ടില് ആ അതെല്ലാം ആ നിത്യ നരകയാതനയെല്ലാം പിതാവിന്റെ ദൈവത്തിന്റെ ഈ ലോകത്തിന്റെ ന്യായാധിപനായിട്ടുള്ള സർവശക്തനായ യഹോവയായ ദൈവത്തിന്റെ ആ ക്രോധാഗ്നി കർത്താവ് എന്തിനാ സഹിച്ചതെന്ന് ചോദിച്ചാൽ ഞാന് ഞാൻ ആ വെളിച്ചത്തിലേക്ക്, ജീവന്റെ വെളിച്ചത്തിലേക്ക് വരാനായിട്ടാണ്. കർത്താവ് ആ ക്രോധാഗ്നി, പിതാവിന്റെ ക്രോധത്തിന്റെ അഗ്നി സഹിച്ചത് ഞാൻ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയിലേക്ക് വരാൻ വേണ്ടിയാണ്. കർത്താവ് നിന്ന സഹിച്ചത് ഞാന് മഹത്വം പ്രാപിക്കേണ്ടതിന്, കർത്താവിന്റെ തേജസ് പ്രാപിക്കേണ്ടതിന് കർത്താവ് നിന്ന സഹിച്ചത്. കർത്താവ് പിതാവിൽ നിന്ന് വേർപെട്ടു. എന്തിനാ? എനിക്ക് പിതാവിനോടുള്ള ഒരു കൂട്ടായ്മയിലേക്ക് ഞാൻ വരേണ്ടതിനായിട്ട്. സെപ്പറേഷൻ, ഇവിടെ ഫെലോഷിപ്പ്. കർത്താവ് അവിടെ ദരിദ്രനായി തീർന്നു. നാം ക്രിസ്തു സമ്പന്നരാകേണ്ടതിന് നമ്മൾ കുരുതിലേഖനത്തിൽ നമ്മൾ വായിക്കും. അതുപോലെ തന്നെ കർത്താവ് തന്റെ പ്രാണനെ, സ്വയം ജീവനെ, പ്രാണനെ സമ്പൂർണമായിട്ടും രക്തത്തിലൂടെ ഒഴുകിക്കളഞ്ഞു നമുക്ക് ആത്മീയ ജീവന്റെ സമൃദ്ധി ലഭിക്കേണ്ടതിനായിട്ട്. കർത്താവ് പാപമായി തീർന്നു. 2 കൊരിന്ത്യർ 5 അതിന്റെ 20-21 വാക്യങ്ങളിൽ കർത്താവ് പാപമായി തീർന്നു ഞാൻ നീതിയാകേണ്ടതിനായിട്ട്. കർത്താവ് ക്രൂസില് ഒറ്റപ്പെട്ടവനായി തീർന്നു. അപ്പുറം ഇപ്പുറം 2 കള്ളന്മാരുണ്ടായിരുന്ന എല്ലാവരും കൈവിടപ്പെട്ടവനായി തീർന്നു. എന്തിനു വേണ്ടിയാണ്? എനിക്ക് കൂട്ടായ്മ ഉണ്ടാകേണ്ടത്, എനിക്ക് ദൈവമായിട്ടും ദൈവമക്കളുമായിട്ടും ഒരു കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനായിട്ട് കർത്താവ് ഒറ്റപ്പെട്ടവനായി തീർന്നു. കർത്താവ് മുറിവേറ്റു. He was wounded so that I could be healed. കർത്താവ് മുറിവുകളും ചാട്ടവരടിയും അടിപ്പിണരുകളാലാണ് നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നതെന്ന് നമ്മൾ 1 പത്രോസ് 2 നമ്മൾ യെശയ്യാ 53 എന്നുള്ള ആ വാക്യം രാവിലെ നമ്മൾ എടുത്ത് വായിച്ചായിരുന്നു. ആ മുറിവുകൾ അന്നേരം he was wounded, നമുക്കൊരു ഹീലിംഗ് കിട്ടാനായിട്ട് ആത്മീയമായിട്ടും ഭൗതികമായിട്ടും എല്ലാം. കർത്താവ് എന്താ പറയുമ്പോൾ കർത്താവ് നരകം തന്നെ, ആ പിതാവിനാൽ കൈവിടപ്പെട്ട് 3 നാഴിക നേരം കർത്താവ് എന്തുവാ അനുഭവിച്ചേ? നരകം അനുഭവിച്ചേ. അതായത് മനുഷ്യന്റെ പാപത്തിന്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? നിത്യ നരകാഗ്നിയില് നിത്യതയോളം തള്ളപ്പെടുക. പാപത്തിന്റെ ശമ്പളം മരണം അത്രേ. റോമർ 6-23 വാക്യത്തിൽ എന്താ നമ്മൾ വായിക്കുന്നത്? പാപത്തിന്റെ ശിക്ഷ എന്താ? നിത്യമായിട്ടുള്ള മരണം. ആ നിത്യമായിട്ടുള്ള മരണമാണ് കർത്താവ് ആ 3 നാഴിക. കർത്താവ് നിത്യനായ ദൈവമായതുകൊണ്ട് കർത്താവ് ആ 3 നാഴിക നേരം കൊണ്ട് നിത്യമായിട്ടുള്ള മരണം എനിക്ക് വേണ്ടി കർത്താവ് സഹിച്ചു. എന്തിനു വേണ്ടിയാണ്? ഞാന് സ്വർഗം അനുഭവിക്കേണ്ടതിനാണ്. സ്വർഗം അനുഭവിക്കേണ്ടതെന്ന് പറയുമ്പോൾ മരിച്ചു കഴിഞ്ഞിട്ട് സ്വർഗം അനുഭവിക്കാൻ വേണ്ടി മാത്രമല്ല, ഇന്ന് തന്നെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഒരു സ്വർഗീയമായിട്ടുള്ള ഒരു സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിക്കുന്നത്. ഇതെല്ലാം ഈ വലിയ എക്സ്ചേഞ്ച് ഓഫർ ഇനിയും ഒത്തിരി നമ്മളെ കർത്താവിന്റെ ആ ക്രൂശ് മരണം നമ്മള് നമ്മളെ ധ്യാനിക്കുമ്പോൾ ഇവിടെ വലിയ വലിയ കാര്യങ്ങളൊക്കെയാണ് നടന്നിട്ടുള്ളത്. നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ വലിയ വലിയ ആഴങ്ങളാണ് നടന്നിട്ടുള്ളത്. എന്ത് വലിയൊരു യാഗമായി തീർന്നു. എന്തിനു വേണ്ടിയാണ് കർത്താവ് ഇത്രയെല്ലാം പാടുപെട്ടത്? എന്തെങ്കിലും ഒരു പാപത്തിന്റെ ശിക്ഷയാണ്, എന്തെങ്കിലുമൊക്കെ കുറച്ചൊരു ചെറിയൊരു ചുടുവിൽ എന്തെങ്കിലും ഒന്ന് കാര്യം ചെയ്ത് കർത്താവിനെ അങ്ങ് ഉയർത്തെഴുന്നേറ്റ് അങ്ങ് പോയിക്കൂടായിരുന്നു. എന്നാൽ ഇത്രയൊക്കെ വലിയ യാഗവും ത്യാഗവും ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ആ സ്നേഹം, കർത്താവിന്റെ ആ സ്നേഹം നമ്മളെ ഒന്ന് ആട്ടുവാൻ. കർത്താവ് എത്രമാത്രം നമ്മള് ആദ്യം എന്താ കണ്ടേ? കർത്താവ് എത്രമാത്രം നമുക്ക് വേണ്ടി ഒരു ശാപമായി തീർന്നു. മരത്തിന് മേൽ വീണ് കർത്താവ് ശാപമായി തീർന്നു ഞാനൊരു അനുഗ്രഹമാകേണ്ടതിനായിട്ട്. ഇന്ന് മറ്റുള്ളവർക്ക് ഓരോ വർഷം ചെല്ലുന്തോറും, ഓരോ നാള് ചെല്ലുന്തോറും നമ്മളുടെ ജീവിതം കൊണ്ട് നമ്മൾ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാകുന്നില്ലെങ്കിൽ കർത്താവിന്റെ ക്രൂശ് മരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താന്ന് പറയേണ്ടി വരും? ഫലവത്തായില്ലെന്ന് പറയേണ്ടി വരും. നമ്മൾ ബാക്കിയുള്ളവർക്കൊരു ദുരിതവും പ്രയാസവും നമ്മൾ ചെല്ലുന്നിടത്തൊക്കെയും നമ്മള് ബാക്കി ചെല്ലുന്നിടത്തൊക്കെ വഴക്കുണ്ടാക്കുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, പല കലഹങ്ങളും കാര്യങ്ങളും ഒക്കെ. എന്ന കർത്താവിന്റെ മക്കളെ കുറിച്ച് എന്താ പറയുന്നത്? സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. മത്തായി 5-9 വാക്യം. നമ്മളുടെ ജീവിതത്തില്, നമ്മളുടെ കുടുംബത്തില്, നമ്മളുടെ നമ്മളുടെ ചുറ്റുവട്ടത്ത്, ദേശത്ത് നമ്മളെ ദൈവം എങ്ങോട്ടൊക്കെ അയക്കുന്നു അവിടൊക്കെ നമ്മളൊരു അനുഗ്രഹം മാത്രമാക്കി തീർക്കാൻ വേണ്ടി കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആ അനുഗ്രഹത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നത് എന്താ? കർത്താവ് ശാപമായി തീർന്നു ഞാൻ അനുഗ്രഹമായി തീരാൻ വേണ്ടി. ആ അനുഗ്രഹത്തിന് തടസ്സം എന്താന്ന് ചോദിച്ചാൽ നമ്മൾ തന്നെ അത് പറയേണ്ടി വരും. കഴിഞ്ഞ സെഷൻസ് നമ്മളത് പറഞ്ഞു.
ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നത് എന്താ? നമ്മുടെ പാപങ്ങൾ, അകൃത്യങ്ങൾ എന്നൊക്കെ യെശയ്യാ 59 രണ്ടാമത്തെ വാക്യം നമ്മൾ വായിച്ചു. ആ പാപങ്ങൾ, അകൃത്യം എന്ന് പറയുമ്പോൾ അതിന്റെ റൂട്ട് കോസ് എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ, അഹംഭാവം, ഞാൻ എന്നുള്ള ഈഗോ. അതാണ് കർത്താവിൽ നിന്ന് അകറ്റിക്കളയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ആ ഒരു ഒരു ജഡമാണ്. അത് നമുക്ക് ദൈവത്തിന്റെ ഇഷ്ടത്തിൽ നിന്ന് വിപരീതമായിട്ട് നമ്മളിലുള്ള എന്തോ ചില കാര്യങ്ങൾ, നമ്മളുടെ ചില ചിന്തകളും ചില പല കാര്യങ്ങളും ഒക്കെ, പല രീതികളും ഒക്കെ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിപരീതമായിട്ട് ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ അനുഗ്രഹം, എല്ലാ അനുഗ്രഹങ്ങളായാലും ക്രിസ്തുയേശുവിനെ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു നമ്മളവിടെ എഫേസ്യർ 1:3-4 വാക്യങ്ങളിൽ ഇപ്പൊ വായിച്ചു. പക്ഷെ അത് നമുക്ക് എന്താ ഇപ്പൊ അങ്ങ് ഫുള്ളായിട്ട് അങ്ങ് അനുഭവിക്കാൻ പറ്റാതെ? വലിയ എല്ലാ സ്വർഗീയ അനുഗ്രഹങ്ങളാണ് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷെ അത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്. പക്ഷെ അത് ഓരോ ദിവസമായിട്ട് നമുക്ക് എന്താ ചെന്ന് വിഡ്രോ ചെയ്യാൻ പറ്റാതെ നമ്മള് നമ്മളുടേതായ ഒരു നിർമ്മിതമായിട്ടുള്ള സ്വയം കേന്ദ്രിതമായ ഒരു ജീവിതത്തിൽ നമ്മൾ അങ്ങ് ജീവിച്ചു പോവുക. നമ്മള് കർത്താവിന് വേണ്ടി മരിച്ചു, ക്രൂശിക്കപ്പെട്ടു, കാര്യങ്ങളൊക്കെ ശരി തന്നെ. പക്ഷെ നമ്മളുടേതായ ഒരു വഴിയിൽ, നമ്മളുടേതായ രീതിയിൽ നമ്മൾ അങ്ങ് പോകുന്നു. എന്നാൽ യഥാർത്ഥത്തില് നമ്മള് കർത്താവിലേക്ക് വന്ന് നമ്മളുടെ ആ സ്വയജീവൻ, നമ്മുടെ ആ ജഡം, അതിലൊരു വിള്ളൽ വരുമ്പോഴാണ് അവിടെ അനുഗ്രഹത്തിന്റെ നദികൾ ഒഴുകുന്നത്. നമ്മള് പാട്ടുകളൊക്കെ പാടുമ്പോഴൊക്കെ സൗകര്യങ്ങളെല്ലാം ആ പാട്ടൊക്കെ പാടി മുട്ടോളമല്ല അരയോളമല്ല നീന്തിയിട്ടല്ലാതെ തുടിപ്പാൻ കഴിയാത്ത ഒരു അനുഗ്രഹത്തിന്റെ പരിശുദ്ധാത്മാവ് നിറവിന്റെ കാര്യം പറയുമ്പോൾ നമ്മള് നദികളുടെ ഉത്ഭവം ശ്രദ്ധിച്ചാൽ നമ്മളെ ഒരു ജീവജല നദികളുടെ അനുഗ്രഹമാക്കി തീർക്കാൻ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. പക്ഷെ നമ്മളുടെ വാക്കുകൾ കൊണ്ട് നമ്മളുടെ വീട്ടിലുള്ളവർക്കും ബാക്കിയുള്ളവർക്കും ഒക്കെ ഒരു സൗരഭ്യവാസന, ബാക്കിയുള്ളവർക്ക് കൃപ നൽകുന്ന വാക്കുകളാണോ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് പുറപ്പെടുന്നത്? ഒരു അനുഗ്രഹത്തിന്റെ ഒരു കാര്യം പറയുമ്പോൾ നമ്മളുടെ വാക്കുകൾ തന്നെ എടുക്കാം. അവിടെ നമ്മള് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിലെ ആ വാക്യം നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ടോ? എഫേസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഓരോ ദിവസവും എത്ര 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 വാക്കുകൾ നമ്മൾ സംസാരിക്കുന്നു. ആ വാക്കുകള് നമുക്ക് നമ്മുടെ ജഡത്തിൽ നിന്ന്, സ്വയത്തിൽ നിന്ന് സംസാരിക്കാം, അല്ലെങ്കിൽ ആത്മാവിൽ നിന്ന് സംസാരിക്കാം. നമ്മള് ജഡത്തിൽ നിന്ന് സ്വയമായിട്ട് സംസാരിക്കുമ്പോൾ എന്താ, നമ്മൾ ആ ഉച്ചകഴിഞ്ഞൊക്കെ കണ്ടതുപോലെ പല ശാപവാക്കുകളും, ദേഷ്യത്തിന്റെ വാക്കുകളും, ക്രോധത്തിന്റെ വാക്കുകളും, അക്ഷമയും പരാതിയും പെറുവെറുപ്പും, അവരിങ്ങനെ പോയിന്റിങ് ഓഫ് ഫിംഗേഴ്സ്, ബാക്കിയുള്ളവരെ വിരളയുണ്ടെന്നതും നുഖവും വഷളത്വം സംസാരിക്കുന്നതെന്നൊക്കെയുള്ള ആ വാക്യം നമ്മൾ കേട്ടു. യെശയ്യാ 58-10 വാക്യം നമ്മൾ കണ്ടു. അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നമ്മുടെ ജഡത്തിൽ നിന്ന് വരുന്നത്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് എന്താ? നമുക്ക് അനുഗ്രഹത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നത് നമ്മുടെ ജഡത്തിൽ നിന്ന് ഉയരുന്ന പല നമ്മളുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും. അത് ഇവിടെ എഫേസ്യർ 4:29 നമ്മളുടെ സംസാരം എങ്ങനെ ആയിരിക്കണം എന്നാ പറയുന്നത്. നമ്മൾ അനുഗ്രഹമായിരിക്കണം എന്ന് പറയുമ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് ആയിട്ടുള്ള ഞാൻ അങ്ങ് അനുഗ്രഹമായിരിക്കും, സ്വരൂപവാസനയായിരിക്കും നമുക്ക് അങ്ങ് ഊഹിക്കാം, വെറുതെ ഒന്ന് സങ്കല്പിക്കാം. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ അനുഗ്രഹമായിക്കൊള്ളണം എന്നില്ല. നമ്മളുടെ വാക്കുകള് മറ്റുള്ളവർക്ക് എങ്ങനെ ആയിരിക്കണം? 4:29 കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. എത്ര വലിയൊരു സ്റ്റാൻഡേർഡാണ് ഇത്! ദൈവത്തിന്റെ വചനത്തിന്റെ വലിയൊരു സ്റ്റാൻഡേർഡാണ്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ ആർക്ക് പാലിക്കാൻ പറ്റും? നമുക്കായിട്ട് പാലിക്കാൻ പറ്റത്തില്ല. പക്ഷെ കർത്താവേ, എന്റെ വാക്കുകളെല്ലാം ഇതുപോലെ കൃപ മറ്റുള്ളവർക്ക്, എന്നെ കേൾക്കുന്നവർക്കും കൃപ ലഭിക്കേണ്ടതിനുള്ള വാക്കുകളായിരിക്കണം എന്റെ വായിൽ നിന്ന് എപ്പോഴും പുറപ്പെടുന്നത്. കർത്താവേ, അതിനായിട്ട് ആ വാക്ക് പോലെ എന്നിലാവട്ടെ. നമ്മള് യേശുവിന്റെ അമ്മയായിട്ടുള്ള മറിയം, യേശുവിന്റെ അമ്മയായി തീരുമ്പോ ആ മറിയത്തിന്റെ ഒരു സമർപ്പണത്തിലൂടെ ആ യേശുവിനെ അവള് ഗർഭം ധരിക്കുന്നത്. എന്താ? ദൈവത്തിന്റെ ഒരു വാക്ക് കേട്ടപ്പോ അവൾ എന്ത് പറഞ്ഞു? എന്നെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല എന്നാണ് പറഞ്ഞത്. നമ്മള് ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് നമുക്ക് പോകാം. അവിടെ നമ്മളിപ്പോ അവസാനം നമ്മൾ പാടി നിർത്തിയപ്പോ ഒരു വാക്ക് മതി, ആ വാക്ക് നിങ്ങൾ അനുഗ്രഹമായി തീരും എന്നുള്ളൊരു വാക്ക് കർത്താവ് നമ്മളോട് പറയുന്നു. എന്നാൽ ആ അനുഗ്രഹം ആകേണ്ടതിനായിട്ട് ദൈവത്തിന്റെ വചനത്തിലെ പല പ്രമാണങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ അത് എന്നിലും കർത്താവെ അതുപോലെ ആക്കി തീർക്കണമേ എന്നുള്ളൊരു സമർപ്പണം നമുക്കുണ്ടോ? അതാ യേശുവിന്റെ അമ്മയായിട്ടുള്ള മറിയം എന്താ പറഞ്ഞേ? ലൂക്കോസ് 1-ാം അധ്യായത്തില് ഗബ്രിയേൽ മാലാഖ ദൂതുവായിട്ട്, പിതാവിൽ നിന്നുള്ള വചനത്തിന്റെ വിത്തുവായിട്ട് ഗബ്രിയേൽ മാലാഖ മറിയത്തിന്റെ അടുക്ക് വന്ന് പറയുക. ലൂക്കോസ് 1-ാം അധ്യായത്തിന്റെ അതിന്റെ 35-ാമത്തെ വാക്യം മുതൽ, ദ ഹോളി സ്പിരിറ്റ് വിൽ കം അപ്പോൺ യു, പരിശുദ്ധാത്മാവ് ആകയാൽ, അതിന് ദൂതൻ പരിശുദ്ധാത്മാവ്, ലൂക്കോസ് 1:35, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും,
ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നിന്റെ ചാർച്ചക്കാരി എലിസബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറയുന്നവൾക്ക് ഇത് 6-ാം മാസം, ദൈവത്തിന് ഒരു കാലം അസാധ്യമല്ലോ എന്ന് പറയുമ്പോൾ ഇതൊന്നും എനിക്ക് വേണ്ട, ഞാനതൊന്നും വിശ്വസിക്കുന്നില്ല, എനിക്കിതൊന്നും ഭയ, ഞാൻ കന്യകയാ, ഞാൻ ഗർഭം ധരിച്ച ആൾക്കാർ എന്നെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയും, അതുകൊണ്ട് ദൂതനെ ഒന്ന് വിട്ടുപോണേ എന്നാണോ മറിയം പറഞ്ഞേ? അങ്ങനെ പറഞ്ഞായിരുന്നെങ്കിൽ ദൂതൻ വേറെ ആരെങ്കിലും സന്ദർശിക്കേണ്ടി വന്നേനെ, വേറെ ആരെങ്കിലും യേശുവിന്റെ അമ്മയാകേണ്ട വന്നേ. എന്നാൽ അന്ന് അങ്ങനെ അവള് പറയത്തില്ല എന്നുള്ള മുന്നറിവില ദൈവം അവളെ തിരഞ്ഞെടുത്തത്. അവൾ ആ ഒരു യഹൂദ പെൺകുട്ടികള് അന്ന് വിവാഹ നിശ്ചയം ചെയ്യപ്പെടുന്ന പ്രായം എന്ന് പറഞ്ഞാൽ യോസഫിന് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട പ്രായം എന്നാണ് നമ്മളവിടെ മത്തായി 1-ാം അധ്യായത്തിൽ വായിക്കുന്നത്. ഒരു 16-17 വയസ്സ് ആ പ്രായത്തിലൊക്കെയാണ് യഹൂദ പെൺകുട്ടികൾ ആ കാലത്ത് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരുന്നതെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അപ്പൊ ഒരു 16 വയസ്സ് 16-17 വയസ്സുള്ള ഒരു പെൺകൊച്ച്, ഒരു സാധാരണ പെൺകൊച്ച്, ബാക്കി അതേപോലെ ഇന്ന് റോമൻ കത്തോലിക്ക സഭകളിലൊക്കെ അമലോത്ഭവം എന്നൊക്കെ പറഞ്ഞ ദുരുപദേശങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. നമ്മളതൊന്നും വിശ്വസിക്കാത്ത ആൾക്കാരെ നമുക്കറിയാം. ഒരു സാധാരണ എന്നാ അവളൊരു ആഴ്മയുള്ള ദൈവഭയമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. അവള് ദൈവവചനത്തിന്റെ വീരൂരിൽ ഒരു പെൺകുട്ടിയായിരുന്നു എന്ന് പറയാൻ കാരണം പറഞ്ഞാൽ അവളുടെ പിന്നീടുള്ള അവളുടെ പാട്ടിലൊക്കെ ഹന്നയുടെ പാട്ടൊക്കെയാണ് അവള് പാടുന്നത്. എന്ന് വെച്ചാല് ദൈവവചനം അവിടെ ശമൂൽ പ്രവാചകനൊക്കെ അതുപോലെ ഹൃദയസ്ഥമാക്കി പഠിച്ചത് കൊണ്ട് അവള് പിന്നെ പാട്ട് പാടുമ്പോൾ സിനിമാ പാട്ടല്ല വരുന്നത്. ഇന്ന് നമ്മുടെ യൗവനക്കാരൊക്കെ പാട്ട് പാടുമ്പോ എന്താ സിനിമാ പാട്ട് അതുപോലെയൊക്കെയുള്ള വേറെ പലതരത്തിലുള്ള ചില കോലാഹലങ്ങളൊക്കെ അതൊക്കെ അവരുടെ വായിൽ നിന്ന് വരുന്നത്. എന്നാൽ ഈ 16 വയസ്സുകാരിയുടെ വായിൽ നിന്ന് വരുന്നത് എന്താ? ദൈവവചനമാണ് വരുന്നത്. അതിന് കാരണം അവൾ അതുപോലെ അവര് ദൈവഭയത്തോട് താഴ്മയുള്ള ഒരു നുറുക്കമുള്ള ഒരു പെൺകൊച്ചായിരുന്നു. ഒരു ബാക്കി ആൾക്കാരൊന്നും വലുതായിട്ടൊന്നും കരുതിയില്ല. എന്നാൽ അവള് ഇന്ന് ആ മറിയത്തിലൂടെ എത്ര ഈ മറിയത്തിലൂടെ യേശു വന്നതിനാല് നമ്മളെല്ലാം എത്ര അനുഗ്രഹിക്കപ്പെട്ടു. നമുക്കെല്ലാം ഒരു അനുഗ്രഹമായി മാറി. അതിന്റെ കാരണം അവൾ എന്ത് ചെയ്തു? 38-ാമത്തെ വാക്യം, അതിനെ മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, കർത്താവിന്റെ അടിമദാസി. ഡൂളോസ് എന്ന് പറഞ്ഞൊരു പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ബോൺ സ്ലേവ്. ഡൂളോസ് എന്ന് പറഞ്ഞ ഗ്രീക്ക് പദം. ഡിയോ എന്ന് പറഞ്ഞ ടു ബൈൻഡ്, കെട്ടുക. ഡുളോസ് എന്ന് പറഞ്ഞാൽ കെട്ടപ്പെട്ടവൾ, അടിമദാസി. അന്നത്തെ അടിമ സമ്പ്രദായമൊക്കെ നിലനിന്നിരുന്ന കാലമായിരുന്നു. അപ്പൊ ബോൺ സ്ലേവ്, ബോൺ സെർവന്റ്. അപ്പൊ ഞാൻ ദൈവത്തിന്റെ ഒരു കർത്താവേ, അവിടുത്തെ ഒരു അടിമദാസിയാണ് ഞാൻ, അവിടുത്തെ ഒരു ദാസി എന്നുള്ളതിനെക്കുറിച്ച് കുറച്ചും കൂടെ ഒരു നല്ല പരിഭാഷ അടിമദാസി. കർത്താവേ, ഞാൻ അവിടുത്തെ ഒരു സ്നേഹത്തിന്റെ അടിമയാണ്. അത് കഴിഞ്ഞ് പറയുന്നത്, നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. കർത്താവെ, അവിടുന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞു, അവിടുന്ന് വാക്ക് പറഞ്ഞു, ഞാൻ ഒരു അനുഗ്രഹമായി തീരുമെന്ന് പറഞ്ഞു. എന്നാൽ ഈ അനുഗ്രഹം ആകേണ്ടതിനായിട്ട് എനിക്കൊരു വില കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ എന്താ വില? നമ്മൾ ഈ കണ്ടതുപോലെ അത് നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന്റെ വില. നമ്മളുടെ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മളുടെ ജീവിതം അങ്ങ് നയിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിത്തീരും? അനുഗ്രഹമല്ല, ശാപമായിട്ടേ ഇരിക്കത്തേ ഉള്ളൂ. എന്നാൽ നമ്മുടെ കർത്താവിന്റെ ഇഷ്ടത്തിലേക്ക് നമ്മളതിനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന അളവിലേ നമുക്ക് ദൈവത്തിന് അനുഗ്രഹമായിരിക്കാൻ എപ്പോഴും. ആ സ്വന്തം ഇഷ്ടം എന്ന് പറയുന്നത് ആ ഒരു ജഡമാകുന്ന തിരശ്ശീല എന്നൊക്കെ ഞാൻ കഴിഞ്ഞ സെഷൻസിലേക്ക് ഒന്ന് സൂചിപ്പിച്ചായിരുന്നു. എന്ന് പറഞ്ഞാല് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അന്ന് യെരുശലേം ദേവാലയത്തില് ദൈവത്തിന്റെ സാന്നിധ്യം യെരുശലേം ദേവാലയത്തിൽ എവിടായിരുന്നു? പ്രാകാരത്തിലായിരുന്നോ? വിശുദ്ധ സ്ഥലത്തായിരുന്നോ? അതിവിശുദ്ധ സ്ഥലത്തായിരുന്നോ? അതിവിശുദ്ധ സ്ഥലത്തായിരുന്നു. മോസ്റ്റ് ഹോളി പ്ലേസിലായിരുന്നു. ആ മോസ്റ്റ് ഹോളി പ്ലേസ്, അതിവിശുദ്ധ സ്ഥലവും വിശുദ്ധ സ്ഥലവും വേർതിരിച്ചിരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. എന്തായിരുന്നത്? തിരശ്ശീല. ഒരു കട്ടിയുള്ള തിരശ്ശീല. പുറപ്പാട് 26-ാം അധ്യായത്തില് അത് നമ്മൾ വായിക്കുന്നുണ്ട്. അതിന്റെ 30-33 വാക്യങ്ങളിലൊക്കെ വായിക്കുന്നുണ്ട്. ഒരു കട്ടിയുള്ള ഒരു തിരശ്ശീല, ഇന്ന നൂല് വെച്ച് ഇന്ന ധൂമ്ര നൂലും ചുവപ്പ് നൂലും അതെല്ലാം ചേർത്ത് അതുപോലെ കട്ടിയുള്ള ഒരു തിരശ്ശീല. ആ തിരശ്ശീല ആയിരിക്കും വിശുദ്ധ സ്ഥലത്തിന് അതിവിശുദ്ധ സ്ഥലത്തിന് ഒരു പാർട്ടിഷൻ ആയിരിക്കേണ്ടത്, അതൊരു വേർതിരിവായിരിക്കേണ്ടത് നമ്മുടെ പുറപ്പാട് 26-ന്റെ 33-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അത് എന്താ അത് സൂചിപ്പിക്കുന്നത്? ഇതൊക്കെ പറയാം, അനുഗ്രഹത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇദ്ദേഹം സമാഗമന കൂടാരത്തിന്റെയും ദേവാലയത്തിന്റെ കാര്യം എന്തിനാ പറഞ്ഞതെന്ന് പറഞ്ഞാല്, ദൈവത്തിന്റെ അനുഗ്രഹം, പരിശുദ്ധാത്മാവ് നമ്മളുടെ ആത്മാവിലേക്ക് നിറയുന്ന അനുഗ്രഹം, അത് നിറഞ്ഞു ഒഴുകണമെങ്കിൽ നമ്മുടെ ഒരു തിരശ്ശീലയുടെ ഒരു സീന്തല് നടക്കേണ്ടതായിട്ടുണ്ട്. ആ തിരശ്ശീല എന്ന് പറഞ്ഞാല് അത് നമ്മള് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങളില് യേശു കർത്താവ് നമുക്ക് വേണ്ടി, കർത്താവ് ശാപമായി തീർന്നു അനുഗ്രഹമായി തീർന്ന ആ ഒരു വഴി, അതിനെ ജീവന്റെ പുതുവഴി എന്ന അവിടെ എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആ കർത്താവ് ശാപമായി അനുഗ്രഹമായി തീർന്ന നമുക്ക് വേണ്ടി
പിതാവിന്റെ സന്നിധിയിലേക്ക് ഒരു വഴി പ്രതിഷ്ഠിച്ചതിനെ കുറിച്ച് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങളിൽ നിന്ന് നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി എന്നാണ് മലയാള സത്യവേദ പുസ്തകത്തിന്റെ പരിഭാഷ. എന്ന സാക്സ് എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് പദമാണ്. ജഡം എന്ന തിരശ്ശീലയിൽ കൂടെ, ഫ്ലഷ് എന്ന ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. തന്റെ ജഡം എന്ന തിരശ്ശീലയിൽ കൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള, വിശുദ്ധ മന്ദിരം എന്ന് പറഞ്ഞാൽ ഹാഗിയാസ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഹോളി പ്ലേസ്, അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും തന്നിരിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത്. ഇപ്പം കർത്താവിന്റെ ജീവിതത്തില് ഒരു ജഡം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാല് കർത്താവിന് ഒരു സ്വന്തം ഇഷ്ടം ഉണ്ടായിരുന്നു. കർത്താവ് ഭൂമിയിലെ മനുഷ്യനായിട്ട് വന്നപ്പോ കർത്താവ് എന്താ പറഞ്ഞേ? എന്റെ ഇഷ്ടം ചെയ്യുവാനല്ല ഞാൻ വന്നേ, പിതാവിന് ഇഷ്ടം ചെയ്യുവാനാ വന്നേ. കർത്താവ് എങ്ങനെയായി നമുക്ക് വേണ്ടി ഒരു വഴി ഒരുക്കി? കർത്താവ് എങ്ങനെ ഒരു ക്രൂശിൽ ശാപമായി നമുക്ക് അനുഗ്രഹമായി തീർന്നു, അതുപോലെ ആ വഴിയില നമുക്കും എന്തുള്ളൂ, നമുക്കൊരു അനുഗ്രഹമായി തീരാനൊക്കെ ഉള്ളൂ. കർത്താവ് പോയ വഴി ഏതാന്ന് ചോദിച്ചാൽ ഇതേ അവിടെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കർത്താവ് ഒരു മനുഷ്യ ജഡത്തിൽ വന്നപ്പോൾ, ഒരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്നപ്പോൾ, കർത്താവ് നിത്യതയുള്ള വചനമായിട്ടായിരിക്കുന്ന സമയത്ത് പിതാവിന്റെ ഇഷ്ടവും വചനമാകുന്ന ക്രിസ്തുവിന്റെ ഇഷ്ടം ഒന്നായിരുന്നു. എന്നാൽ ഭൂമിയിൽ ഒരു മനുഷ്യനായിട്ട് വന്നപ്പോൾ കർത്താവിന് എന്തുണ്ടായിരുന്നു? സ്വന്തമായിട്ട് ഒരു മനുഷ്യൻ എന്ന നിലയിൽ തനിക്കുള്ള ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. അപ്പം കർത്താവ് പറയും ലൂക്കോസ് 6-ന്റെ 38 വാക്യത്തില്, അവിടെ കർത്താവ് എന്തിനാ ഈ ഭൂമിയിലേക്ക് വന്നേ എന്ന് നമ്മൾ ചോദിച്ചാൽ അതിനൊരു ഉത്തരവായിട്ട് പറയുക ലൂക്കോസ് 6-38, ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം അത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. കർത്താവിന് ഈ ഭൂമിയിൽ എന്തുണ്ടായിരുന്നു? സ്വന്തമായിട്ടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. ആ ഗത്സമന തോട്ടത്തിൽ കർത്താവ് അലറി കരഞ്ഞപ്പോ അതാ പ്രാർത്ഥിച്ചത്, എന്റെ ഇഷ്ടമല്ല പിതാവേ, അവിടുത്തെ ഇഷ്ടം. മത്തായി 26-39 നമ്മളത് വായിക്കുന്നുണ്ട്. ഞാനത് പറഞ്ഞു വരുന്നത് വെച്ചാല് നമ്മുടെ ജീവിതത്തിലും ആ ഒരു സമർപ്പണം, ആ ഒരു ക്രൂസിന്റെ വഴി, ആ ഒരു സമർപ്പണത്തിന്റെ വഴിയിലാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള പരിശുദ്ധാത്മാവിന്റെ നിറവും നമ്മൾ അതുപോലൊരു അനുഗ്രഹമായി തീരാനും ഒക്കുന്നത്. നമുക്ക് ആ അനുഗ്രഹമായി തീർന്നു, നമ്മൾ ഒത്തിരി ചാടിത്തുള്ളി അനുഗ്രഹമായി എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി. പക്ഷെ അവിടെ ചെന്ന് നമ്മള് നമ്മളുടെ ഗൃഹാന്തരീക്ഷത്തിലേക്ക്, വീട്ടിലെ അതേ അന്തരീക്ഷത്തിലേക്ക്, അതേ അയൽപക്കക്കാരുടെ ഇടയിലേക്ക്, അതേ ജോലി സ്ഥലത്തേക്ക്, അതേ സാഹചര്യങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമുക്ക് ഇപ്പം മീറ്റിങ്ങിൽ കിട്ടിയ എന്തെങ്കിലും ഒരു അനുഭൂതിയൊക്കെ അങ്ങ് കെട്ടടങ്ങി പോകും. പക്ഷെ അവിടെ കർത്താവിന്റെ ഒരു അനുഗ്രഹമായിട്ട് നമുക്ക് തുടരണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ജഡത്തിന്, നമ്മുടെ സ്വന്തം ഇഷ്ടം, ജഡം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ സെഷൻസിൽ പറഞ്ഞ എന്താ ജഡം എന്ന് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടം, ഞാൻ എന്നുള്ള ഒരു ഈഗോ എന്നൊക്കെ, അഹംഭാവം എന്നൊക്കെ ഞാൻ പറയാം. അതാ ജഡം, അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടം, സെൽഫ്. അവിടെ ഒരു ചീന്തൽ, അവിടെ ഒരു നുറുക്കം. നമ്മൾ ഇന്ന് സങ്കീർത്തനം 34 സങ്കീർത്തനം നമ്മള് സൗകര്യങ്ങളിൽ ഇത് വായിച്ചു കേട്ടല്ലോ. 34 സങ്കീർത്തനത്തിന്റെ 18 വാക്യത്തിൽ എന്താ നമ്മൾ വായിച്ചേ? ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ഹൃദയം നുറുങ്ങിയവർ എന്ന് പറഞ്ഞാല് ഹൃദയം ആത്മാവിനെ കുറിക്കുന്ന ഒരു പദം, ഹൃദയത്തിനോട് ചേർന്നതാണ് ജഡം. ആത്മാവിനെയും ദേഹിയെയും വേർതിരിക്കുന്നതാണ് ഈ ജഡം എന്ന് പറയുന്നത്. അതായത് അതിവിശുദ്ധ സ്ഥലത്തെയും വിശുദ്ധ സ്ഥലത്തെയും വേർതിരിക്കുന്ന പറയുന്നത് നമ്മുടെ ആത്മാവിനെയും ദേഹിയെയും വേർതിരിക്കുന്നതെന്നൊക്കെ. ആത്മാവ് ദേഹിയുടെ കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ സെഷൻസിൽ നിന്ന് പറഞ്ഞിരുന്നത്. ആത്മാവിനെയും ദേഹിയും വേർതിരിക്കുന്ന ഈ ജഡം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഇഷ്ടം. അപ്പൊ ആ ഹൃദയം നുറുങ്ങെന്ന് പറഞ്ഞാൽ നമ്മുടെ ജഡത്തിലൊരു നുറുക്കമുള്ളവർക്കാണ് പരിശുദ്ധാത്മാവിന്റെ നിറവില് കർത്താവിന്റെ സാന്നിധ്യം അനുഭവേദ്യമാകുന്നത്. എന്ന് പറഞ്ഞാല് കർത്താവിന്റെ ജീവിതത്തിൽ, കർത്താവ് ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് വന്നപ്പോൾ എങ്ങനെ എപ്പോഴും പിതാവിന്റെ പ്രസാദകരമായിട്ടുള്ളത് മാത്രം ചെയ്തേ? കർത്താവ് പറയും, ഞാൻ എന്റെ ഇഷ്ടം ഒന്നും അല്ല, പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാനാണ് വന്നിരിക്കുന്നത്. തൊട്ട് മുമ്പ് കർത്താവിന്റെ ജീവിതത്തിലൂടെ നമുക്കൊരു അനുഗ്രഹമായ ഒരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്നിട്ട് തന്നെ ഒഴിച്ച്, കർത്താവ് സർവശക്തിയുള്ള ദൈവമായിട്ടാണ് ഈ ഭൂമിയിൽ ജീവിച്ചേ? അല്ല, തന്നെ ഒഴിച്ചൊരു മനുഷ്യനായിട്ടാണ് ജീവിച്ചത്. തന്നെ ഒഴിച്ച എംപ്റ്റി ചെയ്ത കർത്താവ് വന്നേന്ന് നമ്മള് ഫിലിപ്പിയർ 2-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള വാക്യങ്ങൾ, ഹി എംപ്റ്റീഡ് ഹിംസെൽഫ് എന്ന് പറഞ്ഞാല് കർത്താവിന് ഒരു അത്തിമരത്തില് ഫലം ഉണ്ടെന്ന് നോക്കണമെങ്കിൽ പോലും അടുത്തത് നോക്കണമായിരുന്നു. തന്റെ 2ാമത്തെ വരവിന്റെ ദിവസം പോലും കർത്താവിന് ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഭൂമിയിൽ ജീവിച്ചപ്പോൾ കർത്താവിനെ അറിയത്തില്ലായിരുന്നു. ഇപ്പം പ്രതിദാനം ചെയ്ത കർത്താവിന് അറിയാം. എന്നാൽ അന്ന് ഭൂമിയിൽ മനുഷ്യനായിട്ട് ജീവിക്കുമ്പോൾ വളരെ പരിമിതികളോടുകൂടി ദാഹിച്ചും വിശന്നും നമ്മെ പോലെ ഒരു മനുഷ്യന്റെ പരിമിതികളോടുകൂടി കർത്താവ് ജീവിച്ച് തന്നെ ഒഴിച്ച് നമ്മെ പോലെ ഒരു മനുഷ്യനായിട്ട്, എങ്കിലും കർത്താവിന്റെ ജീവിതം അനുഗ്രഹം നിറഞ്ഞു കവിഞ്ഞതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ നമ്മളിപ്പം വായിച്ചതാണ്. ഈ യോഹന്നാൻ 6:38 നമ്മൾ എന്താ വായിച്ചത്? എന്റെ ഇഷ്ടമല്ല. ഓരോ സമയത്തും കർത്താവ് അതാ പറഞ്ഞേ. ശരിക്കും പറഞ്ഞാൽ ക്രൂസിന്റെ വഴി എന്ന് പറഞ്ഞാൽ അതാ. എന്റെ ഇഷ്ടം എന്ന് പറഞ്ഞ ഒരു ക്രോസ് എന്ന് പറഞ്ഞാൽ എത്ര പലകയുണ്ട്? 2 പലകയുണ്ട് അല്ലേ? അവിടെ തിരശ്ചീനമായിട്ടുള്ള ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു പ്ലാങ്കും ഉണ്ട്,
ലംബമായിട്ടുള്ള വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു പ്ലാങ്കും ഉണ്ട്, ഒരു പലകയുണ്ട്. എന്ന് പറഞ്ഞാല് നമ്മളുടെ ഇഷ്ടം നമ്മളുടെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താ, നമ്മള് കഴിഞ്ഞ സെഷൻസിലൊക്കെ പറഞ്ഞു, പല സമയത്ത് കോപിക്കാനോ പകരം വീട്ടാനോ ക്ഷമിക്കാതിരിക്കാനോ ആകുല ചിന്തകളും മറ്റുള്ളവരെ വിധിക്കാനും പരാതിയും വെറുപ്പും ദ്രവ്യാഗ്രഹവും മനുഷ്യമാനം തേടുന്നതും നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ഒരു അതുപോലുള്ള ഒരു സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ഒരു ജീവിതം, അതാ നമ്മളുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു ജീവിതം. എന്നാൽ അതൊരു തിരശ്ചീനമായിട്ടുള്ള ഒരു ഹൊറിസോണ്ടൽ പലകയാണെങ്കിൽ ദൈവത്തിന്റെ വചനമാകുന്ന വാൾ, ദൈവത്തിന്റെ വചനത്തെ ഒരു വാളിനോട് ഉപമിച്ചിരിക്കുന്നത്. എബ്രായർ 4:12 എഫേസ്യർ 6:17 ദൈവത്തിന്റെ വചനമാകുന്ന വാള് നമ്മളുടെ ഈ സ്വന്തം ഇഷ്ടത്തിന് വിപരീതമായിട്ട് വരുമ്പോൾ കർത്താവേ, ഓരോ സമയത്ത് എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം പോലെ. ശരിയാണ്, സംസാരിക്കുന്ന ചില കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ചില ഭയങ്കര 2 ഡോസ് കൊടുക്കണം, നല്ല വാക്ക് പറയണം, പകരം വീട്ടണം എന്നൊക്കെ പറയാനാണ് നമ്മളുടെ ആഗ്രഹം. പക്ഷെ എന്താ, എഫേസ്യർ 4:29 എന്ന് നമ്മൾ വായിച്ച കേൾക്കുന്നവർക്ക് ക്രമീകരിക്കുന്ന വാക്കുകൾ പറയണം. കർത്താവേ, ഈ ഒരു സമയത്ത് എന്റെ ജഡത്തിൽ നിന്ന് 2 വാക്ക് പറയാൻ എനിക്ക് തോന്നുന്നത്, പക്ഷെ കർത്താവ് ഞാൻ ഇവിടെ ഒരു ശാപം പോലെ അനുഗ്രഹമായി തീരണം. ഞാൻ ശാപമായിരുന്നത് പോലെ അനുഗ്രഹമായി തീരുമെന്നാണല്ലോ കർത്താവ് പറഞ്ഞേക്കുന്നത്. അങ്ങ് എങ്ങനെ അനുഗ്രഹമായി തീർന്നേ? കർത്താവ് ക്രൂശിലൂടെ അനുഗ്രഹമായി തീർന്നു. കർത്താവിന്റെ ജീവിതത്തിലെ അവസാന നാഴികകളിലുള്ള ആ കാൽവരി കുരിശ് നമുക്കറിയാം. എന്നാൽ കർത്താവിന്റെ ജീവിതത്തിൽ ഉടനീളം ഒരു കുരിശ് ഉണ്ടായിരുന്ന കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതാണ് നമ്മളിപ്പോ യോഹന്നാൻ 6:38 വായിച്ചതിന് എന്റെ ഇഷ്ടമല്ല, അതായത് എന്റെ ഇഷ്ടമല്ല പിതാവിന്റെ ഇഷ്ടമെന്ന് ഗെത്സമനെ തോട്ടത്തിൽ മാത്രമല്ല കർത്താവ് പറഞ്ഞേ, എന്റെ ജീവിതത്തിൽ ഉടനീളം ഒരു ക്രൂശ് ഉണ്ടായിരുന്നു. എന്റെ ഇഷ്ടം പോലെയല്ല, പിതാവിന്റെ ഇഷ്ടം പോലെ. അത് തന്നെ നമ്മള് യോഹന്നാൻ 5-ാം അധ്യായത്തിലും അതിന്റെ 19-20 വാക്യങ്ങളിലൊക്കെ അതാ വായിക്കുന്നത്. അവിടെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കർത്താവ് പറയുക, പിതാവ് ചെയ്ത് കാണിച്ചത്, പപ്പ ചെയ്ത് കാണിച്ചത് മാത്രമേ എനിക്ക് ചെയ്യാൻ അറിയത്തുള്ളൂ, വേറെ ഒന്നും അറിയത്തില്ല. അത് അതുപോലെ തന്നെ ചെയ്യുക, സ്വന്തമായിട്ട് എനിക്കൊന്നും ചെയ്യാൻ അറിയത്തില്ല. ഒരു ഒരു നിസ്സഹായനായിട്ട് ഒരു കൊച്ചു കുഞ്ഞിനെ പോലുള്ള കർത്താവിന്റെ സ്വരമാണ് നമ്മളവിടെ കേൾക്കുന്നത്. അതാണ് കർത്താവിന്റെ ജീവിതത്തിന്റെ രഹസ്യം. ഒരു സ്വാശ്രയ ഞാൻ തന്നെ എല്ലാം ചെയ്യും എന്നുള്ള ഒരു ഇതൊരു അഹംഭാവത്തിലല്ല, മറിച്ച് സർവശക്തനായ ദൈവം ഈ ഭൂമിയിൽ നമുക്കൊരു മുന്നോടിയായിട്ട് മാതൃകയായിട്ടാവാൻ വന്നപ്പോൾ കർത്താവ് എങ്ങനെ അനുഗ്രഹമായി തീർന്നേ? കർത്താവ് തന്നെ തന്നെ ഒഴിച്ചു. ഓരോ സമയത്തും തന്നെ തന്നെ ദൈവം ഒരു വട്ടപൂജ്യമായിട്ട് മാറ്റി. തന്റെ ആ ജഡമാകുന്ന തിരശ്ശീല പരിശുദ്ധാത്മാവിന്റെ ജ്വാലയുള്ള വാളിനാല് ചിന്തപ്പെടുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറയാം. ആ പരിശുദ്ധാത്മ ജ്വാലയുള്ള വാളുമായിട്ടാണ് ജീവവൃക്ഷത്തിലേക്കുള്ള വഴി കാക്കുവാനായിട്ട് കെരൂബുകളെ നിർത്തിയെന്നൊക്കെ നമ്മള് ഉൽപ്പത്തി പുസ്തകത്തിലൊക്കെ വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3:24 നമ്മൾ വായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാല് ജ്വാലയുള്ള വാളെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ജ്വാലയുള്ള ദൈവവചനമാകുന്ന വാള് നമ്മളുടെ ജീവിതത്തില് ഓരോ ദിവസവും പതിക്കാനായിട്ട് നമ്മൾ അനുവദിക്കുക. നമ്മളുടെ ജീവിതത്തില് നമ്മളുടേതായ പല ഇഷ്ടങ്ങളും പല രീതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പണം ചെലവഴിക്കുന്ന വിധവും നമ്മൾ ചിന്തിക്കുന്ന വിധങ്ങള്, നമ്മൾ എങ്ങനെ സമയം ചെലവഴിക്കുന്നു, എന്ത് പറയുന്നു, എങ്ങനെ പെരുമാറുന്നു, അതൊക്കെ നമ്മളുടേതായ നമ്മുടെ സ്വാഭാവികമായിട്ടൊരു ഇഷ്ടമുണ്ട്. അവിടൊക്കെ കർത്താവേ, അവിടുത്തെ മുമ്പാകെ ഞാന് ഇനി എന്ത് ഇഷ്ടപ്രകാരമല്ല എനിക്ക് ജീവിക്കട്ടെ, ഞാനോ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ക്രിസ്തു അത്രയും ഞാൻ ജീവിക്കുന്നത്, ഞാനല്ല ക്രിസ്തു അത്രയും ജീവിക്കുന്നു. നമ്മള് ഉച്ചകഴിഞ്ഞ് ആ വാക്യം എടുത്തു ഇല്ലേ, ഗലാത്യർ 2:20. അതാണ് അനുഗ്രഹത്തിന്റെ വഴി. ക്രിസ്തു എന്നിൽ ജീവിച്ചാല് ഞാൻ അനുഗ്രഹമാകുന്നത്. നമ്മള് സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കാം, നമ്മള് കോളേജിൽ പഠിക്കുന്നവരായിരിക്കും, ജോലി സ്ഥലത്ത് റിട്ടയർഡ് ആയിട്ടുള്ളവര്, നമ്മൾ എവിടെ ആയിരുന്നാലും നമ്മള് ഞാൻ പിടിച്ച മുല്ലും മുതുകും എന്ന് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സിലൊക്കെ നമ്മളത് കണ്ടു. നമ്മളുടേതായ ചില വാശി, നമ്മളുടേതായ ചില പിടിവാശി, മർക്കടമുഷ്ടി, അതുകൊണ്ട് ഇരുന്ന നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ശാപമായിരിക്കും, മറ്റുള്ളവർക്ക് ഒരു ന്യൂസെൻസ് ആയിരിക്കും. നമ്മള് ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം 33-ാം അധ്യായത്തില് അവിടെ ഇയ്യോബ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം 33-ാം അധ്യായത്തില് എന്റെ സാന്നിധ്യം കൊണ്ട് നിങ്ങൾക്ക് അതൊരു ഭാരമാകരുതേ എന്ന് പറയുന്നൊരു ഒരു പ്രയോഗം നമ്മളവിടെ അതിന്റെ 33-ന്റെ 7-ാമത്തെ വാക്യം, എന്റെ ഭീഷണി നിന്നെ ഭയപ്പെടുത്തുകയില്ല, എന്റെ ഘനം നിനക്ക് ഭാരമായിരിക്കുകയില്ല. 33-ന്റെ 7-ാമത്തെ വാക്യം പറഞ്ഞാൽ, behold, no fear of me should terrify you, nor should my pressure weigh heavily upon you. നമ്മളുടെ സാന്നിധ്യം കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു സമ്മർദ്ദവും ഒരു ഒരു സ്വാതന്ത്ര്യമില്ലാത്തൊരവസ്ഥയാണ്. നമ്മള് കാരണം നമ്മുടെ വീട്ടില്, നമ്മുടെ ജോലി സ്ഥലത്ത് എല്ലാം മറ്റുള്ളവരെ എപ്പോഴും കുറ്റപ്പെടുത്തുകയും പരദൂഷണം പറയുകയും പാര വെക്കുകയും അങ്ങനെയൊക്കെയുള്ള അതുപോലെ മറ്റുള്ളവരെ ഭാരപ്പെടുത്തുകയും ഒരു ഭയപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന തരത്തിലുള്ളതാണ്. അതോ കർത്താവിന്റെ സാന്നിധ്യം പോലെ? കർത്താവിന്റെ സാന്നിധ്യത്തിൽ എങ്ങനെയായിരുന്നു? കർത്താവിന്റെ ഇടയിലേക്ക് പാപികളും ചുങ്കക്കാരും ഒക്കെ അങ്ങ് ഞെരുകി
ഇടുക്കി ചേർന്ന് അരികെ വന്ന് ചേർന്നിരുന്ന കർത്താവിനെ കേട്ടു എന്നാണ് വായിക്കുന്നത്. ലൂക്കോസ് 15 അധ്യായത്തിന് 1-ാമത്തെ വാക്യം ഞാൻ പലപ്പോഴും എടുത്ത് വായിക്കുന്നത്. പാപികളും ചുമക്കാരൊക്കെ കർത്താവിൽ നിന്നുള്ള ഒരു സൗരഭ്യവാസനം. അവിടെ ശമരിക്കാരത്തെ സ്ത്രീയെ കുറിച്ച് ഇന്നലെ സൗരങ്ങൾ സംസാരിച്ചതായിട്ട് കേട്ടായിരുന്നു. ശമരിക്കാരത്തെ സ്ത്രീ എന്താ 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നപ്പോ ഭർത്താവ് അല്ലാത്ത ഒരാളുമായിട്ട് ജീവിക്കുന്നു. അങ്ങനെ ഒരു സ്ത്രീക്ക് പോലും കർത്താവിനോട് വളരെ ഫ്രീ ആയിട്ട് ഇടപെടാനുള്ള ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു. അതുപോലെ എല്ലാവർക്കും കർത്താവിനോട് ചേർന്ന് എത്ര പാപികളോ എത്ര ഒരു പോക്ക് കേസെന്ന് ലോകം പറയുന്ന ആൾക്കാരാണെങ്കിലും കർത്താവിന്റെ അടുക്കലുള്ള ഒരു സൗരഭ്യവാസന ഒന്ന് വേറെയായിരുന്നു. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, ആരെയും ഒന്ന് പുച്ഛിച്ച് നോക്കാത്ത, ആരെയും ഡിസ്പൈസ് ചെയ്യാത്ത ഒരു അനുഗ്രഹമാണ് കർത്താവ്. ലൂക്കോസ് 15 1-ാമത്തെ വാക്യം ഞാൻ പറഞ്ഞു, ചുങ്കക്കാരും പാപികളും എല്ലാം അവന്റെ വചനം കേൾക്കുവാൻ അവന്റെ അടുക്കൽ വന്നു. നമ്മളോട് അടുത്ത് വരാൻ അങ്ങ് അടുത്ത് വരാൻ പറ്റത്തില്ല. അങ്ങനെ അപ്രാപ്യരായിട്ടുള്ള ആളുകൾ. പക്ഷെ ചിലരോട് നമുക്ക് വളരെ ഫ്രീ ആയിട്ട് അങ്ങ് അടുത്ത് ഇടപെടാനും നമ്മളെങ്ങനെ മറ്റുള്ളവരോട് അവരുടെ ലെവലിലൂടെ ഇറങ്ങിച്ചെന്ന് അവരോട് അടുത്ത് ഇടപെടുന്നവരും കർത്താവ് അങ്ങനെ ആയിരുന്നു. കർത്താവിന് ഒരു വലിയ ഭാവവും ഇല്ലായിരുന്നു. അങ്ങനെ സാധാരണക്കാരനായിട്ട് കർത്താവ് ദൈവപുത്രനായിരിക്കെ തന്നെ കുറിച്ച് എന്താ പറഞ്ഞു? ഞാനൊരു മനുഷ്യപുത്രൻ, ഞാനൊരു ഓർഡിനറി മാൻ എന്ന ജീവിച്ച അവന്റെ കർത്താവിന്റെ ഒരു ജീവിതം. ഞാൻ സ്വന്തമായിട്ടൊന്നും ചെയ്യുന്നില്ല, പിതാവ് ചെയ്ത് കാണിച്ചിരുന്നത് മാത്രം ചെയ്യും. ദൈവം വലിയവനെങ്കിലും ദൈവം ആരെയും തുച്ഛീകരിക്കുന്നില്ല, ഡിസ്പൈസ് ചെയ്യുന്നില്ല. നമ്മൾ യോബിന്റെ പുസ്തകത്തില് ആ ഒരു വാക്യം, നമ്മൾ യോബ് 33 ഒരു വാക്യം ഇപ്പൊ വായിച്ചായിരുന്നു. അതിന്റെ കൂടെ തന്നെ യോബിന്റെ പുസ്തകത്തില് അതിന്റെ 36-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരുവാണെങ്കിൽ, യോബിന്റെ പുസ്തകം എവിടെ? സങ്കീർത്തന പുസ്തകത്തിന് തൊട്ട് മുമ്പ് യോബിന്റെ പുസ്തകം 36-ന്റെ 5 ദൈവം ബലവാനെങ്കിലും ആരെയും നിരസിക്കുന്നില്ല, അവൻ വിവേകശക്തിയിലും ബലവാൻ തന്നെ. ഗോഡ് ഈസ് മൈറ്റി ബട്ട് ഡസ് നോട്ട് ഡിസ്പൈസ് എനി. ആരെയും നിരസിക്കുന്നില്ല അല്ലെങ്കിൽ ആരെയും പുച്ഛിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തില് ആ ഒരു ക്രിസ്തുവിന്റെ സൗരഭ്യം, ക്രിസ്തുവിന്റെ ഒരു അനുഗ്രഹം വരണമെങ്കിൽ നമ്മുടെ വാക്കുകൾ, മറ്റുള്ളവർക്ക് കൃപ ലഭിക്കുന്ന വാക്കുകൾ. കൃപ എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് കൃപ. എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്നില് തികഞ്ഞിരിക്കുന്നു എന്ന് 2 Corinthians 12:9 നമ്മൾ വായിക്കുമ്പോൾ കൃപ എന്ന് പറഞ്ഞാൽ ശക്തിയാണ്. എന്ത് ശക്തിയാണ്? പരിശുദ്ധാത്മാവിന്റെ ശക്തി. പരിശുദ്ധാത്മാവിനെയാണ് കൃപയുടെ ആത്മാവെന്ന് സെഖര്യാവ് 12:10 എബ്രായർ 10:29 ഒക്കെ പറയുന്നത്. എന്ന് പറഞ്ഞാല് മറ്റുള്ളവർക്ക് കൃപ ലഭിക്കുന്ന വാക്കുകൾ എന്ന് പറഞ്ഞാൽ എന്താ? മറ്റുള്ളവർക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ജീവൻ ലഭിക്കുന്ന വാക്കുകൾ സംസാരിക്കണമെങ്കിൽ എന്താ വേണ്ടേ? ഈ പരിശുദ്ധാത്മാവ് എന്റെ ആത്മാവിലേക്ക് നമ്മളെ രക്ഷിക്കപ്പെടുമ്പോൾ ആത്മാവിലേക്ക് പരിശുദ്ധാത്മാവ് വരുന്നു. എന്നാൽ ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ കവിഞ്ഞൊഴുകി, അത് പാരമാത്രം കവിഞ്ഞൊഴുകി എങ്ങോട്ടാ? ദേഹിയിലൂടെയും ദേഹത്തിലൂടെയും. ദേഹിയിലോട്ടെന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളും വാക്കുകളും, നമ്മുടെ ചിന്തകളും തീരുമാനങ്ങളും വികാരങ്ങളും ഒക്കെ ദേഹിയിലുള്ള കാര്യങ്ങൾ. അതെല്ലാം പരിശുദ്ധാത്മാവിന്റെ ഒരു നിയന്ത്രണത്തിലേക്ക് വന്ന് നമ്മുടെ ദേഹത്തിലൂടെ, നമ്മുടെ നോട്ടത്തിലൂടെയും വാക്കുകളിലൂടെ ഒക്കെ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹം, നമ്മുടെ പ്രവൃത്തികളിലൂടെ ഒക്കെ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹം വരണമെങ്കിൽ നമ്മൾ എന്താ? ആ ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ആ ഹൃദയം നുറുക്കത്തിലേക്ക് വരണം എന്ന് പറഞ്ഞാല് ആ ഒരു നമ്മളൊരു നുറുക്കത്തിലേക്ക് വരണം. നുറുക്കം എന്ന് പറഞ്ഞാൽ എവിടെ നുറുക്കപ്പെടണ്ടേ? നമ്മുടെ ഈ ജഡമാകുന്ന തിരശ്ശീല. നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ ജഡത്തിൽ ഒരു ചെറിയൊരു വിള്ളൽ വന്നു. നമ്മുടെ കർത്താവ് എന്റെ ഇഷ്ടം പോലെയല്ല, അവിടുത്തെ ഇഷ്ടം പോലെ ഞാൻ ജീവിച്ചോളാവേ, അവിടെ തന്നെ പാപങ്ങളെല്ലാം ക്ഷമിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജീവിതം കർത്താവിനായിട്ട് ആദ്യമായിട്ട് ഏറ്റുകൊടുത്തപ്പോൾ നമ്മുടെ ഈ ജഡമാകുന്ന തിരശ്ശീല ഒരു ചെറിയൊരു ചിന്തല് വന്നു. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ഒരു ചെറിയ ഒരു കണിക നമ്മളുടെ ആത്മാവിലേക്ക് വന്നു. എന്നാൽ നമ്മള് ഇന്ന് എത്ര വർഷങ്ങളായിട്ട് നമ്മൾ വിശ്വാസികളായിരിക്കുന്നു, എത്ര പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിലേക്ക് വന്നിരിക്കുന്നു എന്ന് ചോദിച്ചാൽ എത്രമാത്രം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എത്ര അധികം നമ്മളുടെ ആ സ്വന്തം ഇഷ്ടത്തെ കർത്താവിന്റെ ഇഷ്ടത്തിനായിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നുവോ ആ ഒരു അളവിലായിരിക്കും പരിശുദ്ധാത്മാവ് നമ്മളുടെ ഉള്ളത്തിലേക്ക് വന്നിരിക്കുന്നത്. നമ്മളുടെ സ്വന്തം ഇഷ്ടപ്പെടുന്ന പല കാര്യങ്ങളും, നമ്മളുടേതായ പ്ലാനിങ്ങും പല കാര്യങ്ങളും, കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയോ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ ഓരോ സമയത്തും കർത്താവെ ഞാൻ എന്റെ ഇഷ്ടം പോലെ ഒന്നും വേണ്ട, ഇവിടുത്തെ ഇഷ്ടം പോലെ മതി എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ എംപ്റ്റി ചെയ്ത് ഒഴിച്ച് അതുപോലെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അവിടെ ആ പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ് ലഭിക്കുന്നത്. ദൈവത്തിന്റെ വചനത്തെ ചുറ്റികയോട് ഉപമിച്ചിട്ടുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവോ? ചുറ്റിക. യെരമ്യാവിന്റെ പുസ്തകം 29, ഞാൻ ദൈവത്തിന്റെ വചനം വാളാന്ന് പറഞ്ഞു. ഈ വാള് അത് തിരശ്ശീലയിൽ ചീന്തുന്ന വാളാന്ന് പറഞ്ഞു. യെരമ്യാവിന്റെ പുസ്തകം 23-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യത്തിൽ എന്താ വായിക്കുന്നേ? യെരമ്യാവിന്റെ പുസ്തകം 23-29 എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെ അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഒരു പാറ, നമ്മളുടെ
സ്വന്തം ഇഷ്ടം ഒരു തിരശ്ശീലയോട് ഉപമിച്ച് പറയുന്നത് പോലെ ഞാൻ സ്വന്തം ഇഷ്ടം ഒരു പാറയോട് ഉപമിച്ച് പറയുന്നു. കർത്താവ് യുഗങ്ങളുടെ പാറയായിരുന്നു, എന്നാൽ കർത്താവ് പിളർക്കപ്പെട്ടു. കർത്താവ് യുഗങ്ങളുടെ പാറയായിരുന്നു. കർത്താവ് റോക്ക് ഓഫ് ഏജസ് ക്ലെഫ് ഫോർ മീ എന്നൊക്കെ നമ്മൾ പാടും. കർത്താവ് യുഗങ്ങളുടെ പാറയായിരുന്നു. എന്നാൽ താനൊരു മനുഷ്യനായിട്ട് ഈ ഭൂമി വന്നപ്പം തന്റെ സ്വന്തം ഇഷ്ടമാകുന്ന ആ പാറ പിതാവിന്റെ ഇഷ്ടത്തിന് അങ്ങ് തകർക്കപ്പെട്ടു. ആ തകർക്കപ്പെട്ട പാറ, പിളർന്ന പാറയിൽ നിന്നാണ് നദികൾ ഒഴുകി ഇസ്രായേൽ മക്കളെല്ലാം വെള്ളം കുടിച്ചതെന്നുള്ള കാര്യം അവർക്കെല്ലാം വെടുവോളം പാനം ചെയ്യുവാനായിട്ട് വെള്ളം ലഭിച്ചത്, ജലം ലഭിച്ചതെന്നുള്ള കാര്യം നമ്മൾ പുറപ്പാട് പുസ്തകത്തിലും സംഖ്യാപുസ്തകത്തിലും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആ പാറ പിളർക്കപ്പെട്ടു. ആ പിളർക്കപ്പെട്ട പാറ ക്രിസ്തുവായിരുന്നു എന്നൊക്കെ നമ്മുടെ ഉപകൃത് 10-4-5 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് വെച്ചാല് ക്രിസ്തു ആകുന്ന പാറ പിളർക്കപ്പെട്ട പോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ ഒരു പാറ പിളർക്കപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലും നദികളായിട്ട് പരിശുദ്ധാത്മാവ് ഒഴുകാൻ തുടങ്ങും. എന്ന് പറഞ്ഞാല് നദികളുടെ ഉത്ഭവം എന്ന് പറഞ്ഞാല് അത് പാറപ്പിളർപ്പിന്നായിരിക്കും. നദികളുടെ ഉത്ഭവ സ്ഥാനത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഈവൻ കിണറുകളുടെ ആ നല്ല ഉറവുള്ള കിണറുകള്, അതിന്റെ അതിന്റെ ആ ഉറവും കാര്യങ്ങളും ഒക്കെ നമ്മള് കുറച്ച് കാലം മുമ്പ് ഞാൻ ഈ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി ഇങ്ങനെ നദികളുടെയും കിണറുകളുടെയൊക്കെ ഉറവയെ കുറിച്ച്. അപ്പൊ ഈ ഒരു പാറകളുടെ ലെയേഴ്സിൽ വരുന്ന വലിയ വിള്ളലുകളിൽ നിന്നാണ് അണ്ടർഗ്രൗണ്ട് വാട്ടർ, താഴെ നിന്നുള്ള വെള്ളം ഇങ്ങനെ കിണറിന്റെ ഉറവയായിട്ടും പല നദികളുടെ ഉറവയായിട്ടും ഒക്കെ മാറിത്തീരുന്നത്. അപ്പൊ കർത്താവ് പറയുമോ, വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന് നദികൾ ഒഴുകും, മുട്ടോളമല്ല നീന്തിയിട്ടല്ല നദികൾ ഒഴുകും എന്ന് പറയുമ്പോൾ എപ്പോഴാ നദികൾ ഒഴുകുന്നേ? ഈ പാറ പിളർക്കപ്പെടുന്നതിനനുസരിച്ചാണ്. എന്ന് പറഞ്ഞാല് നമ്മളുടെ ജീവിതത്തില് ഓരോരോ മേഖലയും ദൈവത്തിന്റെ വചനത്തിന്, ദൈവത്തിന്റെ ഇഷ്ടത്തിന് അധീനമായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവിടെ ഒരു പാറ പിളർക്കപ്പെടുന്നൊരു അനുഭവം ഉണ്ടാവും. അവിടെ നമുക്ക് കോപിക്കാനോ മോഹിക്കാനോ പരാതി പറയാനോ പുറവെറുക്കാനോ ക്ഷമിക്കാതിരിക്കാനോ മറ്റുള്ളവരെ വിധിക്കാനോ നിഗളിക്കാനോ മനുഷ്യമാനം തേടാനോ അങ്ങനെയൊക്കെയുള്ള പലവിധമായിട്ടുള്ള പാപത്തിന്റെ പ്രലോഭനങ്ങൾ, നമ്മുടേതായ സ്വന്തമായിട്ടുള്ള പല രീതികളും പല വാശികളും കാര്യങ്ങളും എല്ലാം, ഇതെല്ലാം ദൈവത്തിന്റെ മുമ്പാകെ, കർത്താവിന്റെ മുമ്പാകെ, കർത്താവ് എനിക്ക് വേണ്ടി എത്ര വലിയൊരു എക്സ്ചേഞ്ച് ഓഫറാണ്, എത്ര വലിയൊരു ശാപമായി തീർന്നു എന്റെ കർത്താവ് ക്രൂസിൽ എനിക്കായിട്ടെന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞ് ആ കർത്താവിന്റെ മുമ്പാകെ വന്ന കർത്താവെ, അവിടുന്ന് കർത്താവെ ആ ക്രൂസിൽ കൊടുത്ത വില, അവിടുന്ന് എന്റെ ഇഷ്ടം അല്ല പിതാവിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞ് അവിടുന്ന് ക്രൂസിന്റെ യാഗമായിട്ട് ശാപമായിട്ട് മാറിയല്ലോ, ഞാൻ ഒരു അനുഗ്രഹമായി മാറേണ്ടതിനായിട്ട്. കർത്താവ് അവിടുന്ന് ആ പോയ വഴിയെ എനിക്കും വരണം. അവിടുന്ന് പോയ വഴി ഏതാ? ഈ ജഡമാകുന്ന തിരശ്ശീല ചീന്തിയാണ് കർത്താവ് ജീവനുള്ള പുതുവഴി, ആ ക്രൂസിന്റെ വഴി തെളിച്ചത്. ആ വഴിയെ തന്നെ എനിക്കും വരണം. ആ വഴിയെ ഞാൻ ഇന്ന് കർത്താവെ, ഞാൻ എന്റെ ജീവിതത്തിന്റെ ഈ സ്വന്തം ഇഷ്ടത്തെ, ആ സ്വന്തം ഇഷ്ടമാകുന്ന പാറയെ ഒരു ചുറ്റികയാകുന്ന അവിടുത്തെ വചനം വന്ന് അത് പൊടിക്കട്ടെ, തകർക്കട്ടെ. അവിടുത്തെ വചന അഗ്നി പോലെയും ചുറ്റിക പോലെ അല്ലേന്ന ഇപ്പൊ നമ്മള് രമ്യാവ് 23-29 വായിച്ച് കർത്താവിന്റെ ആ വാക്ക്, കർത്താവിന്റെ വചനത്തിന്റെ സ്റ്റാൻഡേർഡ്, കൃപ നൽകുന്ന വാക്കുകൾ മാത്രം സംസാരിക്കണം, ഉപ്പിനാൽ രുചിവരുത്തിയ വാക്കുകൾ മാത്രം സംസാരിക്കണം അവിടെ കൊളോസ്യർ 4:6 നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ദൈവത്തിന്റെ വചനത്തിന്റെ വലിയ വലിയ സ്റ്റാൻഡേർഡ്സ് ഒക്കെ കാണുമ്പോൾ അത് വലിയൊരു ചുറ്റികയായിട്ട് വന്ന കർത്താവെ, ഈ ഒരു സാഹചര്യത്തില് കർത്താവെ ഇത് അവിടുത്തെ വാക്കുപോലെ ഇതിലാകട്ടെ. അതാ മറിയം പറഞ്ഞത്. അതാ പറഞ്ഞത്, കർത്താവെ ഇതാ കർത്താവിന്റെ അടിമദാസി, അവിടുത്തെ ലെറ്റ് ബി ഡൺ ടു മീ അക്കോർഡിംഗ് ടു യുവർ വേർഡ്. കർത്താവെ അവിടുത്തെ വചനം അങ്ങനെ പറയുന്നു, അവിടുത്തെ വചനം പോലെ ഇതിലും ആവട്ടെ. ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു തരുന്നു. ക്രിസ്തു എന്നിൽ ഉരുവാകട്ടെ, ക്രിസ്തു എന്നിൽ രൂപപ്പെടട്ടെ. അങ്ങനെ ഞാനൊരു അനുഗ്രഹം, ക്രിസ്തു എന്നിൽ എത്രമാത്രം വളരുന്നു അതിനനുസരിച്ചായിരുന്നു ഞാനൊരു അനുഗ്രഹം. ബാക്കിയൊക്കെ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വലിയ അനുഗ്രഹം എന്നൊക്കെ പറയുന്നത് കുറെ ഇമോഷണൽ ലെവലിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. വൈകാരികമായ ഒരു ഇളക്കം വരുമ്പോൾ നമുക്ക് അനുഗ്രഹമായിട്ടൊക്കെ തോന്നും. കുറച്ച് കഴിയുമ്പോൾ ഈ ബലൂണിന്റെ കാറ്റടിച്ച് വിടുന്നത് ഷൂവിനൊക്കെ പോകും. എന്നാൽ നമ്മുടെ പ്രായോഗികമായിട്ടുള്ള പല ജീവിത സാഹചര്യങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ ചില പ്രയാസമുണ്ട്, ശരിയാണ്, ചില സാമ്പത്തിക ഞെരുക്കങ്ങളുണ്ട്, ചില രോഗങ്ങളുണ്ട്, ചില പ്രയാസങ്ങളുണ്ട്. അതിന്റെയൊക്കെ നടുവിലും കർത്താവിന്റെ ഒരു സമാധാനം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. കർത്താവിനുള്ള ഒരു വിശ്വാസം നമ്മൾ മുറുകെ പിടിച്ച് കർത്താവെല്ലാം നടത്തുന്നുള്ള ഒരു വിശ്വാസത്തോട് നമുക്ക് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമാണ്, അത് വലിയൊരു സാക്ഷിയാണ്. എന്തെല്ലാം കാര്യങ്ങൾ അല്ല എന്നെ കൈവിട്ടാലും കർത്താവിന്റെ കൂടെ ഉള്ള പല പാട്ടുകളിലൊക്കെ അത് പാടി, അതാണ് വലിയൊരു അനുഗ്രഹം. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ആ ഒരു സമർപ്പണത്തിന്റെ ഒരു പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വചനം അത് തീ പോലെയും, അത് നമ്മളുടെ ആ ജഡമാകുന്ന സ്വയമാകുന്ന പാറയെ പിളർക്കുന്ന, പാറയെ തകർക്കുന്ന ഒരു പാറയുമായിട്ട് അത് ചുറ്റികയായിട്ടായിരിക്കും.
ആ ചുറ്റിക കർത്താവേ, എന്റെ ആ സ്വന്തം ഇഷ്ടം ചിലരോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല, ചിലരോട് ഒന്ന് വിദ്വേഷം അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ നമ്മുടേതായ ചില ഇഷ്ടങ്ങളും കാര്യങ്ങളും പല പല പാപ സ്വഭാവങ്ങളും പല പാപത്തിന്റെ ബന്ധനങ്ങളും ഒക്കെ കർത്താവേ, അത് അവിടൊക്കെ കർത്താവേ ഒരു മുറുക്ക് എനിക്ക് വേണം. ഞാൻ എങ്ങനെ ശാപമായിരുന്നു അതുപോലെ ഞാൻ അനുഗ്രഹമാക്കിയത് നമ്മൾ പറഞ്ഞല്ലോ കർത്താവേ. അവിടുത്തെ ആ വചനത്തിൽ ഞാൻ കീഴടങ്ങുന്നു കർത്താവേ. അവിടുന്ന് എന്നെ അനുഗ്രഹമാക്കി തീർക്കണമേ എന്നുള്ള ആ ഒരു സമർപ്പണത്തോടെ നമ്മൾ അനുഗ്രഹത്തിന് അധിപതി എന്നുള്ള ആ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു പാട്ടായിരിക്കും. അതിന്റെ ഏതാനും വരികൾ ഞാനൊന്ന് നമുക്ക് ഒരുമിച്ച് പാടാം. അനുഗ്രഹത്തിൻ അധിപതിയെ, അനന്തകൃപ പെരുന്നതിയെ. അനുഗ്രഹത്തിൻ അധിപതിയെ, ആനന്ദകൃപ പെരുന്നതിയെ. അനുഗ്രഹത്തിൻ അധിപതിയെ, ആനന്ദകൃപ പെരുന്നതിയെ. അനുദിനം നിൻ പദഗതി അടിയാനും നിൻ കൃപമതിയെ. അനുദിനം നിൻ പദഗതി അടിയാനും നിൻ കൃപമതിയെ. വൻവിനകൾ വന്നിടുകിൽ വലയുകയിൽ ഹൃദയം. വൻവിനകൾ വന്നിടുകിൽ വലയുകയിൽ ഹൃദയം. വല്ലഭനേ എന്നഭയം വന്നിടുമോ ഭയം. വല്ലഭനേ എന്നഭയം വന്നിടുമോ പിന്നെ ഭയം. തന്നുയിരേ പാപികൾക്കായി തന്നവനാം ദീനിയും തള്ളിടുമോ എന്നെ തീരുമോ നിൻ സ്നേഹമെന്നെ. തള്ളിടുമോ പിന്നെ നീ തീരുമോ നിൻ സ്നേഹമെന്നിൽ. തിരുക്കരങ്ങൾ തരുന്ന നല്ല ശിക്ഷയിൽ ഞാൻ പകരുകില്ല. മക്കളെങ്കിൽ ശാസനകൾ ദൈവത്തിൻ പ്രകാശനങ്ങൾ. മക്കളെങ്കിൽ ശാസനകൾ സ്നേഹത്തിൻ പ്രകാശനങ്ങൾ. അനുഗ്രഹത്തിൻ അധിപതി അനന്തകൃപ പെരുന്നതിയെ. അനുദിനം നിൻ പദഗതിയെ അടിയാനും നിൻ കൃപമതിയെ. അതെ കർത്താവേ, അവിടുന്നാണ് അനുഗ്രഹത്തിന് അധിപതി. ഞങ്ങള് ഏതൊരളവില് ശാപമായിരുന്നു കർത്താവെ, അതിനേക്കാൾ എല്ലാം ഉപരിയാണ് ഞങ്ങളെ അനുഗ്രഹമാക്കി തീർക്കാമെന്ന് പറഞ്ഞ കർത്താവെ, ഞങ്ങൾ അവിടുത്തെ വചനത്തിന് മുമ്പാകെ അവിടുത്തെ ആ ഒരു വാക്കിന് മുമ്പാകെ ഞങ്ങൾ കീഴടങ്ങുന്നു കർത്താവെ. അതിന് തടസ്സമായിട്ടുള്ള ഞങ്ങളുടെ ആ സ്വന്തം ഇഷ്ടങ്ങള്, ഞങ്ങളുടേതായ സ്വന്തം താല്പര്യങ്ങള്, അവിടുത്തെ വചനത്തിന് വിരോധമായിട്ട് ഞങ്ങളിൽ പോകുന്ന പല കാര്യങ്ങളും കർത്താവെ, അതെല്ലാം ഞങ്ങള് താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കുറവുകളെയും കർത്താവെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവിടുത്തെ ആ ജ്വാലയുള്ള പരിശുദ്ധാത്മാവിന്റെ ജ്വാലയുള്ള വചനമാകുന്ന വാള് കർത്താവെ, ഞങ്ങളുടെ സ്വന്തം ഹിതവാകുന്ന ആ ജഡമാകുന്ന തിരുശീലയെ കർത്താവെ ചിന്തിക്കൊണ്ടേയിരിക്കട്ടെ. ആ ജ്വാല ഞങ്ങളുടെ ആത്മാവിലേക്ക് കത്തിപ്പടർന്ന് കർത്താവെ ആ ചിന്തപ്പെട്ട തിരുശീലയിലൂടെ അത് അനുഗ്രഹത്തിന് പെരുന്നതിയായിട്ട് ജീവിതത്തിന് നദികളായിട്ട്
കർത്താവെ ഞങ്ങളുടെ വീട്ടിലുള്ളവർക്ക്, ഞങ്ങളുടെ അയൽവക്കത്തുള്ളവർക്ക്, ഞങ്ങളുടെ സഭയിലുള്ളവർക്ക്, ദേശത്തുള്ളവർക്ക്, ഞങ്ങളുടെ ജോലി സ്ഥലത്തുള്ളവർക്ക്, ഞങ്ങളുടെ യാത്രാ സ്ഥലത്തുള്ളവർക്ക്, ഞങ്ങൾ എവിടെയൊക്കെ ആയിരിക്കുന്നു അവിടെ എല്ലാം കർത്താവിന്റെ അനുഗ്രഹമായിരിക്കാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. അതിനായിട്ട് എപ്പോഴും കർത്താവെ ബലഹീനതയിൽ തിരിഞ്ഞു വരുന്ന ദൈവശക്തി എന്ന് അങ്ങ് പറഞ്ഞുവല്ലോ കർത്താവെ. കർത്താവെ ആ ബലഹീനരായിട്ട്, കർത്താവെ ആ നുറുക്കപ്പെട്ടവരായിട്ട്, ഞങ്ങളുടെ സ്വയത്തിൽ ഞങ്ങളിൽ തന്നെ ഒരു ബലമില്ലാത്തവരായിട്ട് അംഗീകരിച്ചാലുവാൻ ഞങ്ങളെയൊക്കെ സഹായിച്ചാട്ടെ. അതെ കർത്താവെ, ഞങ്ങൾക്ക് സ്വയമായിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ലല്ലോ. എന്നെ പിടിച്ച് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. മുന്തിരിയുടെ വസിച്ചിടല്ലാതെ ഫലം കായ്ക്കാൻ കഴിയില്ലെന്ന് അവിടുന്ന് പറഞ്ഞല്ലോ കർത്താവെ. ഞങ്ങൾക്ക് അനുഗ്രഹമാകുവാൻ ഞങ്ങൾ തന്നെ യാതൊന്നുമില്ല കർത്താവ്. ഞങ്ങളുടെ ജഡത്തിൽ യാതൊരു നന്മയില്ലെന്ന് ഞങ്ങൾ ഇന്നും വായിച്ചു കേട്ടു കർത്താവെ. കർത്താവെ ആ ജഡത്തെയും ആ ജഡഭാഗ തിരശ്ശീലയും ആ പാറയെയും കർത്താവെ അവിടുത്തെ വചനത്തിന് ചുറ്റിക്ക് മുമ്പായിട്ട് ഞങ്ങൾ ദൈവപ്പെടുന്ന മറിയം പ്രാർത്ഥിച്ചതുപോലെ ഇതാ അടിമദാസൻ അടിമദാസി, അവിടുത്തെ വചനം പോലെ അവിടുത്തെ വാക്ക് പോലെ എല്ലാവരുടെ കർത്താവെ അവിടുത്തെ വചനത്തിന് ഞാൻ എന്നെ കീഴ്പ്പെടുത്തി തരുന്നു. അവിടുന്ന് എന്നെ ഒരു അനുഗ്രഹമാക്കി തീർക്കണം. മറ്റനേകർക്കും ക്രിസ്തുവിന്റെ മണവും ഗുണമുള്ളവരായിട്ട്, കർത്താവിന്റെ സൗരഭ്യവാസനയുള്ളവരായിട്ട്, കർത്താവിനെ പോലെ അധികമായിട്ട് സംസാരിക്കും, കർത്താവിനെ പോലെ അധികമായിട്ട് ചിന്തിക്കുവാനും സംസാരിക്കുവാനും പ്രവർത്തിക്കുവാനും ഞങ്ങളെ സഹായിക്കണേ കർത്താവെ. അങ്ങനെ മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കാട്ടിക്കൊടുക്കാന്, ക്രിസ്തുവിന്റെ സൗരഭ്യവാസന, യേശു എങ്ങനെയാണ്, യേശുവിന്റെ ആ കരുണാർദ്രത, യേശുവിന്റെ മനസ്സിൽ കർത്താവിന്റെ ആ ഒരു ക്ഷമാശീലം, കർത്താവിന്റെ ആ ഒരു കാരുണ്യം, കർത്താവിന്റെ ആ ഒരു പരോപകാരം, കർത്താവെ അത് കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിലൂടെ കാട്ടിക്കൊടുക്കുവാൻ, പാപത്തിനെതിരെയും ബാധ്യതത്തിനെതിരെയൊക്കെയുള്ള കർത്താവിന്റെ ആ ഒരു കാർക്കശ്യവും ആ ഒരു സത്യസമായ നിലപാടും ഒക്കെ ആ കൃപയിൽ സത്യവും പറഞ്ഞവനായ യേശുവിനെ കാട്ടിക്കൊടുക്കുന്നതിന് അനുഗ്രഹമായി തീരണം. ഞങ്ങള് കർത്താവെ യഹൂദിയിലും ശമരിയിലും അല്ല, യെരൂശലേമിലും യഹൂദിയിലും ശമരിയിലും ലോകത്തിന്റെ അകത്തോളം ഞങ്ങളെ എവിടെയൊക്കെ ആക്കി വെച്ചിരിക്കുന്നു അവിടെ എല്ലാം അങ്ങയുടെ ഒരു അനുഗ്രഹമായി തീരുവാനും കർത്താവ് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഒരു ഉപകാരമാകുവാൻ, അനുഗ്രഹമാകുവാൻ, ഒരു ഭാരമായി തീരാൻ അനുഗ്രഹമാകുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിച്ചാട്ടെ. കർത്താവ് ഇവിടെ കഥയോടെ അംഗീകരിക്കുന്നത് ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവെ അവിടുത്തെ അനുഗ്രഹം ഞങ്ങളുടെ മേൽ തങ്ങിയിരിക്കട്ടെ. കർത്താവ് ഇത് സമാധാന പുരുഷനം ഉണ്ടെങ്കിൽ അനുഗ്രഹം അവിടെ അംഗീകരിക്കുമെന്ന് പറഞ്ഞുവല്ലോ. ഇവിടെ നിറയെ സമാധാന പുരുഷന്മാരും സമാധാന സ്ത്രീകളുള്ളതിനായിട്ട് സ്തോത്രം. കർത്താവെ അനുഗ്രഹം കർത്താവെ തങ്ങിയിരിക്കട്ടെ. ഇന്ന് ലഭൂരിന്റെ പ്രദേശത്ത് നിന്ന് കർത്താവെ ഇവിടെ മലപ്പുറവും കോഴിക്കോടും പാലക്കാടും മാത്രമല്ല കേരളത്തിലുടനീളം കർത്താവ് ലോകത്തിന്റെ അറ്റത്തോളം കർത്താവെ ഈ സഹോദരങ്ങളെ മലബാർ ബൈബിൾ ഫെലോഷിപ്പ് അനുഗ്രഹമായിരിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ജോസഫ് സാറിനെയും അബ്ദുൽ വഹാബ് സാറിനെയും പ്രിയ സഹോദരങ്ങളെല്ലാം കർത്താവെ പ്രിയ മക്കളെ ദൈവങ്ങളെല്ലാവരെയും ഓർത്ത് കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് നുറുക്കി വാഴ്ത്തി അനുഗ്രഹിക്കണമേ. അപ്പത്തെ നുറുക്കി വാഴ്ത്തി അനുഗ്രഹിച്ചുകൊണ്ട് അതേ നുറുക്കണമേ. അങ്ങനെ അനേകർക്ക് അഞ്ചെണ്ണം കൊണ്ട് 5000-ലേറെ പേർക്ക് പോഷിപ്പിക്കുന്ന അനുഗ്രഹമാകുവാൻ തക്കവണ്ണ കർത്താവേ അവിടുന്ന് മതിയായവനാണ്. അതേ കർത്താവേ അവിടെ ഞങ്ങളോട് അവിടുത്തെ വാക്കുകൾ ഇതിനായിട്ട് നന്ദി പറയുന്നു. അതുപോലെ ആ വാക്കുപോലും ഞങ്ങൾ താഴ്ത്തിയിരിക്കും. അതേ കർത്താവ് വിശ്വസിക്കുന്നു. ഭയപ്പെടാൻ ധൈര്യമായിരിക്കും. നിങ്ങൾ അനുഗ്രഹമായിരിക്കും വിശ്വസിക്കുന്നു. ഞങ്ങള് ഇതുവരെ ആയിരുന്നതിലും അധികമായിട്ടൊരു അനുഗ്രഹം ആയി ഒരു വർഷം ഞങ്ങളത് വിശ്വസിക്കുന്നു, ഏറ്റെടുക്കുന്നു. പ്രാർത്ഥന കിട്ടുന്നതിനായിട്ട് നന്ദി പറയുന്നു. കർത്താവേ കർത്താവെ രോഗികളായിരിക്കുന്നവരൊക്കെ സൗഖ്യമാക്കി, മുറിവുകളൊക്കെ വെച്ച് കിട്ടുകയും ആവശ്യമുള്ള ആയിരിക്കുന്നവരെയൊക്കെ അനുഗ്രഹിക്കുകയും ചെയ്താട്ടെ. നന്ദി കർത്താവേ, നന്ദി. അവിടുത്തെ പ്രാർത്ഥന കിട്ടുന്നവർക്ക് സ്തുതിക്കുന്നില്ല. യേശു കർത്താവിന്റെ മാർഗ്ഗമുള്ള അനുഗ്രഹീതമായിട്ടുള്ള 2 ദിവസങ്ങളാണ് ഇപ്പോൾ നമ്മളെ പോയിരിക്കുന്നത്. കഴിഞ്ഞ രാത്രിയിൽ പ്രിയപ്പെട്ട രജിസ്ട്രാറിൽ കൂടെ ദൈവവചനം കേട്ടു. ഇന്ന് രാവിലെ മുതലും നാം ദൈവവചനത്തിന് മുമ്പാകെ വളരെ സന്തോഷപൂർവ്വം ദൈവശബ്ദം കേൾക്കുവാൻ ലഭ്യമുള്ള അവസരം ദൈവം നമുക്ക് ഒരുക്കി തന്നു. അതിനാണ് ദൈവത്തിന് നന്ദി കരയറ്റുകയാണ്.